Hi all. Last session നമ്മൾ equations ഡിസ്കസ് ചെയ്തായിരുന്നു. എന്തൊക്കെയാണ് equations ഡിസ്കസ് ചെയ്തത്? Equation എന്താണെന്നുള്ള definition, then types of equation, linear equation, simple linear equation means a linear equation means equation with highest degree 1. That means degree 1 ആയിട്ടുള്ള equation എന്ന് പറയുന്നത് linear equation. Then linear equation different types ഏതൊക്കെയായിരുന്നു? Simple linear equation, that means a linear equation with one variable. Then simultaneous linear equation, a linear equation with more than one variable. So that means നമ്മൾ എന്തെങ്കിലും രണ്ട് വേരിയബിളിന്റെ ആണ് കൂടുതൽ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വരുന്നത്, മൂന്ന് വേരിയബിൾ വരുന്ന കേസും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. Then quadratic equation means an equation with highest power or degree 2 is called a quadratic equation. Normally ax square plus bx plus c equal to 0 ആണ് വരുന്നത് quadratic equationന്റെ normal form. Then quadratic equationന്റെ റൂട്ട്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. x is equal to minus b plus or minus root of b square minus 4ac the whole divided by 2a. Then the equation method solve ചെയ്യുന്നത്, then factorization method നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. Then roots in the nature, b square minus 4ac discriminant in the basis ലെ roots in the nature പഠിച്ചിട്ടുണ്ടായിരുന്നു. റൂട്ട്സ് വരുവാണെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്ന നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ക്യൂബിക് ഇക്വേഷൻ ഡിസ്കസ് ചെയ്തു. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിന്റെ കുറേ ബേസിക് പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഇതിന്റെ ഇനി അഡീഷണൽ, ദാറ്റ് മീൻസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അത് ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് ലീനിയർ ഇക്വേഷൻ ആണോ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ, ക്യൂബിക് ഇക്വേഷൻ ആണോ, ദെൻ സോൾവ് ചെയ്യുന്ന കുറേ പ്രോബ്ലംസ്, അഡീഷണൽ പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, എ മാൻ സെൽസ് 6 radios and 4 televisions for rupees 18,480. If 14 radios and 2 televisions are sold at the same amount, what is the price of this television? First one, so now let the price of the radio 6 radio 4 televisions വിട്ടിട്ട് നമുക്ക് let the price of the radio one radio equal to x, price of one television equal to y. Okay. So it's now for equation construct ചെയ്യാം. equation എങ്ങനെ വരും? എത്ര റേഡിയോ വരുന്നത്? 6x plus 4y is equal to 18,480. Then second scenario എന്തായിരുന്നു? 14 radios plus 2 televisions are sold at the same rate. Then find the price of television. Okay, so the equation 1 anadukam, equation 2, equation 1, equation 2. Then equation നമുക്ക് എന്ത് ചെയ്യാം, two variables ഉണ്ട് നമുക്ക്, simultaneous linear equations ഉണ്ട്. സോൾവ് ചെയ്യാനായിട്ട് ഏതൊക്കെ മെത്തേഡ്സ് ആണ് നമുക്കുള്ളത്? എലിമിനേഷൻ മെത്തേഡ്, ദെൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഏതായിരിക്കും? എലിമിനേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. സോ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. എലിമിനേഷൻ മെത്തേഡ്. ദെൻ സോ ഇക്വേഷൻ 2നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം നമുക്ക്. സോ ഇക്വേഷൻ 1, 6x plus 4y equal to 18,480. ഇക്വേഷൻ 2നെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എത്ര വരും? 28x അല്ലേ? ഇക്വേഷൻ 2നെ മൾട്ടിപ്ലൈ മീൻസ് LHSനെയും RHSനെയും ഒരേപോലെ മൾട്ടിപ്ലൈ ചെയ്യുക. 28x plus 4y equal to 36,960. സോ ഇക്വേഷൻ 1 എന്നും 2 എന്നും കൊടുക്കുക. ഇക്വേഷൻ 1 minus 2, that means ഇവിടെ എന്താണ്? minus. So 4 get cancel. Minus 22x is equal to minus 18,480. Minus 18,480. Therefore, x is equal to minus 18,480 divided by 22. Answer will be equal to, calculate ചെയ്ത് നോക്കുക, 814 വരും. സോ നമുക്ക് വേണ്ടത് എന്താണ്? x എന്ന് പറയുന്നത് റേഡിയോ ആണ്. സോ ടെലിവിഷന്റെ വാല്യൂ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ 1 ഏതാണ്? 6x plus 4y equal to 18,480. അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് x ന്റെ വാല്യൂ 6 into 840 plus 4y equal to 18,480. Okay. 6 into 4, 840 ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും?
5040 plus 4y equal to 18,480. Therefore, 4y is equal to 18,480 minus 5040 is equal to 4y is equal to 13,440. Therefore, y is equal to 13,440 divided by 4 is equal to 3,360. So price of one television will be equal to 3,360. 3,360. Then next question. So quadratic equation. One root of a quadratic equation is 2 plus root 5. So conjugate pair aanu 2 plus root 5 aanengile obviously other root will be 2 minus root 5. So that means quadratic equation roots onnal quadratic equation engane construct cheynathu x square minus sum of roots into x plus product of roots is equal to 0. Okay. So ഇവിടെ നമുക്ക് നോക്കാം sum of roots 2 plus root 5 plus 2 minus root 5. Root 5 get cancelled, 4 varum. Then product of roots. Product is equal to 2 plus root 5 into 2 minus root 5. A plus b into a minus b format. So 2 square minus root 5 the whole square. 4 minus 5 is equal to minus 1. So therefore substitute here x square minus summating the 4 x minus x square minus 4x minus 1 equal to 0. X square minus 4x minus 1 equal to 0. Then next question. Speed കൂട്ടിക്കൊണ്ട് വരാൻ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ എത്രയും പെട്ടെന്ന് ചെയ്തെടുക്കാം. Okay, a man starts his job with a certain monthly salary and earns a fixed increment every year. If the salary was 15,000 after 4 years of service and rupees 1,800 after 10 years of service, what is his starting salary and his annual increment in rupees? Annual increment in rupees. Okay. So നമുക്ക് സ്റ്റാർട്ടിംഗ് സാലറി അറിയില്ല, ഇൻക്രിമെന്റും അറിയില്ല, ബട്ട് 4 വർഷം കഴിയുമ്പോഴുള്ള സാലറി എത്രയാണെന്നും 10 വർഷം കഴിയുമ്പോഴുള്ള സാലറി എത്രയാണെന്ന് തന്നിരിക്കുന്നു. സോ നമുക്ക് എന്തെടുക്കാം? സ്റ്റാർട്ടിംഗ് സാലറി എക്സ്, ലെറ്റ് the starting salary is equal to x. Increment is equal to y. Okay, so after 4 years his salary will be rupees 1,500. Okay, rupees 1,500. So that means okay, എങ്ങനെ എഴുതാം? x plus 4y is equal to 1,500. Question 1 more come. After 10 years, that means basic plus initial plus ഓരോ വർഷത്തെയും ഇൻക്രിമെന്റ് 30,800. Equation 1, equation 2. So equation 1 minus 2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? ഇത് മൈനസ് 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 x get cancelled. Minus 6y is equal to minus 300. Therefore y is equal to minus 300 divided by minus 6 equal to 50. Okay, so now the increment 50 വന്നു. So monthly salary ഇവിടെ കണ്ടുപിടിക്കണം. increment 50 ആണ്. Then എന്ത് ചെയ്താൽ മതി? substituting the value of y in equation 1. So x plus 50 into 4 is equal to 1,500. Okay. X plus 200 is equal to 1,500. Therefore, x is equal to 1,500 minus 200 is equal to 1,300. So initial salary is 1,300. Increment at 50 rupees. Okay. So 1,350. 1,300 initial starting salary, increment will be 50 rupees. Then next question. The size of an equilateral triangle are shortened by 12 units, 13 units and 14 units respectively
and get a right angled triangle, and right angle triangle is formed. The sides of the equilateral triangle. Equilateral triangle means എന്താണ്? എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള ഒരു ട്രയാങ്കിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈക്വലാറ്ററൽ. ദാറ്റ് മീൻസ് ഈ മൂന്ന് സൈഡും ഈക്വൽ ആണ്. ഇത് ഈക്വൽ ടു ഈക്വൽ ടു ഈക്വൽ ടു തന്നെയാണ് പറയുന്നത്. സോ നമുക്ക് എന്തെടുക്കാം? ലെറ്റ് ദ സൈഡ് ഓഫ് equilateral triangle is equal to x. Okay. So x centimeter എന്നിരിക്കട്ടെ. സോ ഇതിൽ നിന്നാണ് 12 യൂണിറ്റ്സ് അല്ലെങ്കിൽ സെന്റിമീറ്റർ, 13 യൂണിറ്റ്സ് കുറച്ചു, 14 യൂണിറ്റ്സ് കുറച്ച് നമുക്ക് എന്ത് കിട്ടും? ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഫോർമുലേറ്റ് ചെയ്യുന്നു പറഞ്ഞിരിക്കുന്നു. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. സോ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. നമുക്കറിയാം ഇതാണ് ഏറ്റവും ഹയസ്റ്റ് സൈഡ്. സോ എക്സിൽ നിന്ന് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഇതായിരിക്കും. പിന്നെ ഇത് രണ്ടും എന്താണ്? ഏത് വേണമെങ്കിലും ആകാം. x-13, x-14. ഓക്കെ. സോ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഒരു പ്രത്യേകത എന്താണ്? Pythagoras theorem. Base square plus altitude square is equal to hypotenuse square. Base square plus altitude square is equal to hypotenuse square. That means x-12 the whole square is equal to x-13 the whole square plus x-14 the whole square. Okay. സോ ഇവിടെ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാം. നമ്മൾ ഇത് സ്ക്വയർ ഒക്കെ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒത്തിരി ടൈം കൺസ്യൂമിംഗ് ആണ്. ദെൻ ഈ ഒരു പൊസിഷനിൽ എത്തിയതിനു ശേഷം നേരെ എന്ത് ചെയ്യുക? ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. മീൻസ് നമുക്ക് 17 യൂണിറ്റ്സ് ഇട്ട് നോക്കാം. 17 എക്സിന് പകരം 17 ഇട്ട് നോക്കാം. സോ 17 - 12 വരും 5 സ്ക്വയർ ഇസ് ഈക്വൽ ടു 17 - 13 വരും 4 സ്ക്വയർ പ്ലസ് 17 - 14 3 സ്ക്വയർ. ഓക്കെ. 5 സ്ക്വയർ എത്രയാണ്? 25 ഈക്വൽ ടു 16 പ്ലസ് 9 ഈക്വൽ ടു 25. എന്താണ്? കറക്റ്റാണ്. സോ 17. അതർവൈസ് നമ്മൾ എന്ത് ചെയ്യും? a - b the whole square എടുത്ത് കുറേ ടൈം പോയി ഓരോന്നിനെ സ്ക്വയർ എടുത്ത് പിന്നെ ഓരോന്നും അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടും കൊണ്ടുവന്ന് എന്താണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്തിട്ട് ആൻസറിലേക്ക് വരുന്നത്. ബെറ്റർ എപ്പോഴും എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് സ്റ്റെപ്സിന് മാർക്കില്ല. സോ നമുക്ക് എത്രയും പെട്ടെന്ന് ആൻസർ ക്രാക്ക് ചെയ്യാം. സോ ഈ ഒരു മെത്തേഡ് ദാറ്റ് മീൻസ് നമുക്ക് ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന രീതിയിൽ നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത് ഈ ഒരു ഇതുവരെ ഫോർമുലേറ്റ് ചെയ്ത് നേരെ എന്ത് ചെയ്യുക? ട്രയൽ ആൻഡ് എറർ ബേസിസിൽ നേരെ ഓരോ ചോയ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് ആൻസറിലേക്ക് വരാം. ഓക്കെ. സോ ബാക്കി ഒന്നും സൂട്ട് ആവില്ല. 17. സോ ഒരിക്കലും എന്താണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനൊക്കെ നമുക്കറിയായിരിക്കും. ബട്ട് അത്രയും ടൈം നമുക്ക് എക്സാമിന് എടുക്കരുത്. അതുകൊണ്ട് ഡയറക്റ്റ് എന്ത് ചെയ്യുക? ഒരു ഫോർമുലേഷൻ എത്തിയതിനു ശേഷം നേരെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലോട്ട് പോവുക. ട്രയൽ ആൻഡ് എറർ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലോട്ട് പോവുക. സോ ഇതിൻ്റെ ആൻസർ എക്സ് എത്രയായിരുന്നു? 17 ആയിരുന്നു. എക്സ് ഈക്വൽ ടു 17. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find the value of √6 plus √6 plus √6 plus etc. up to infinity. Okay. So നമ്മൾ നമുക്ക് രണ്ട് രീതിയിൽ സോൾവ് ചെയ്യാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാം. സെർച്ചിൻ്റെ നമ്മളൊരു പഠിച്ച പ്രോപ്പർട്ടി വെച്ചിട്ടും സോൾവ് ചെയ്യാം. സോ ഇൻഡീസസിനകത്ത് നമ്മൾ സെർച്ച് എന്ന് പറഞ്ഞ ഏരിയ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം. ജസ്റ്റ് രണ്ട് രീതിയിലും കാണിക്കാം. നമുക്ക് ബെറ്റർ സെർച്ചിൻ്റെ ഇപ്പം ഇവിടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇക്വേഷനകത്ത് ചോദിച്ച കാരണം ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ലെറ്റ് നമുക്ക് ഇതിനെ എക്സ് എന്ന് എടുക്കാം. ലെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു √6 plus എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് ഏറ്റവും പുറത്തെ റൂട്ട് മാറിയിട്ട് 6 plus √6 plus √6 plus √6 അപ് ടു ഇൻഫിനിറ്റി. ദാറ്റ് മീൻസ് എക്സ് സ്ക്വയർ പ്ലസ് 6 പ്ലസ് ഇതെന്ത് തന്നെയാണ്? വീണ്ടും ഈ എക്സ് തന്നെയാണ് അല്ലേ? സോ ഇതെന്ത് തന്നെയാണ്? ഈ തന്നിരിക്കുന്ന എക്സ് തന്നെയാണ് ഇൻഫിനിറ്റി വരുന്നത്. സോ 6 plus x. സോ എന്ത് പറയാം? എക്സ് സ്ക്വയർ - x ഈക്വൽ ടു 0. സോ ദാറ്റ് മീൻസ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 2 നമ്പേഴ്സ് പ്രോഡക്റ്റ് -6 സമ്മ് -1. സോ നമുക്ക് എന്തെടുക്കാം? x - 3 into x plus 2 equal to 0. That implies x - 3 equal to 0. That implies x is equal to 3. Then x plus 2 equal to 0. That implies x is equal to -2. ഒരു കാരണവശാലും x -2 വരത്തില്ല. ബിക്കോസ് പോസിറ്റീവ് വാല്യൂവിൻ്റെ റൂട്ട് എടുത്താൽ ഒരിക്കലും -1 വരത്തില്ല. അപ്പോൾ x equal to 3. ദെൻ നേരെ മറിച്ച് നമുക്ക് അവിടെ സെർച്ചിന് നമ്മളൊരു ഷോർട്ട്കട്ട് മെത്തേഡ് എന്താണെന്ന് y is equal to √x plus √x ഇങ്ങനെ ഒരു ഫോമാറ്റാണ് വരുന്നതെങ്കിൽ then y is equal to 1 plus root of 4x plus 1 divided by 2. Okay. So substitute here 1 plus root of 4 into 6 plus 1 divided by 2. Ready? 1 plus 24 divided by 2. So 1 plus √5. 25 into √5 then 2. Okay, ready?
6 divided by no. So ഈ മെത്തേഡിലും സോ ബെറ്റർ ക്വാഡ്രാറ്റിക് ഇക്വേഷനിലോട്ട് പോകാതെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫോർമുല യൂസ് ചെയ്യുക, ആൻസറിലേക്ക് വരിക. ഓക്കെ, അപ്പോൾ എവിടെ വേണമെങ്കിലും ചോദിക്കാം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് സോൾവ് ചെയ്യാം, സേർട്സിന്റെ ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്തും സോൾവ് ചെയ്യാം. The area of a triangular garden is 8,000 square meter. Ratio in length and breadth is 5:4. A path of uniform width runs around inside the garden. If the path occupies 3,200 meters square, that means square meters, what is its width? Path in the width. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? ഒരു റെക്ടാങ്കുലർ ഗാർഡൻ തന്നിരിക്കുന്നു. ഇത് ലെങ്ത് ഈസ് ടു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 5:4 നമ്മുടെ റേഷ്യോയിൽ അറിയാം. സോ ലെങ്ത്തിനെ നമുക്ക് എത്ര എടുക്കാം? ലെങ്ത് ഈക്വൽ ടു 5x, ബ്രെഡ്ത്ത് ഈക്വൽ ടു 4x അല്ലേ. Both the terms of the ratio can be multiplied or divided by same non-zero number. So ഇത് 5x എന്നും ഇത് 4x എന്നും ഇരിക്കട്ടെ. സോ എന്നിട്ട് എന്ത് തന്നിട്ടുണ്ട്? ഏരിയ മീൻസ് ഏരിയ ഫോർമുല എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഏരിയ എത്രയാണ്? 5x into 4x equal to 8,000. That means 20x equal to 8,000. Therefore, x is equal to 8,000 divided by 20x square is equal to 8,000. That means 400. Therefore, x is equal to 20. X 20 വരുമ്പോൾ ഇത് എത്രയായിരിക്കും? 5 into 20 equal to 100. ഇത് എത്രയായിരിക്കും? 80. Okay. Then എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? A uniform path of width, so that means runs all around inside the garden. So ഇതെന്താണ്? ഇങ്ങനെ ഒരു പാത്ത് പോകുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതെല്ലാം ഇത് Z ആണെങ്കിൽ ഇത് Z ആണ്. സോ Z നമുക്കറിയാത്തൊരു വേറൊരു നോൺ ക്വാണ്ടിറ്റി എടുത്താണ് Z. ഓൾറെഡി X എടുത്തുകൊണ്ടാണ് അത് Z എന്ന് എടുത്തിരിക്കുന്നത്. സോ അതിന്റെ പാത്തിന്റെ വിഡ്ത്ത് എന്താണ്? സെയിം ആണ്. അത് ഇൻസൈഡ് കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്നിട്ട് എന്ത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ the path occupies pathന്റെ ഏരിയ എന്നിരിക്കുന്നത് 3,200. സോ ഇതിന്റെ ഏരിയ മീൻസ് ഇതിന്റെ ഏരിയ ഈ നമുക്ക് ഇൻസൈഡ് വരുന്ന ഈ ഒരു ഏരിയ മീൻസ് എന്താണ്? 8,000 മൈനസ് ഇതിന്റെ ഏരിയ മീൻസ് എന്താണ്? 8,000 മൈനസ് ഇതിന്റെ ഏരിയ. സോ ഇതിന്റെ ഏരിയ എടുക്കുമ്പോൾ എന്താണ്? ഓൾറെഡി ഇത് എത്രയാണ്? 100 ആണ്. രണ്ട് സൈഡിലും ഇസഡ് വെച്ച് പോകുന്നു. സോ ലെങ്ത് എത്രയായിട്ട് മാറും? ഇതിന്റെ ഈ ലെങ്ത് എത്രയായിട്ട് മാറും? 100 മൈനസ് 2z, ബിക്കോസ് രണ്ട് സൈഡിൽ നിന്ന് പോകും. ഇവിടെ ഇതിന്റെ കേസ് ആണെങ്കിലോ ബ്രെഡ്ത്ത് എത്രയായിട്ട് മാറും? 80 മൈനസ് 2z അല്ലേ. സോ രണ്ട് സൈഡിലും ഇതിന്റെ ഉണ്ടോ ലെങ്ത് ഇത്രയും 100 ആയിരുന്നു. ഇവിടെ നിന്ന് ഒരു z പോയി, ഇവിടെ നിന്ന് 100 മൈനസ് 2z. ഇത്ര എന്തായിരുന്നു? 80 ആയിരുന്നു. ഇത്ര 80 ആയിരുന്നു. ഇവിടുന്ന് ഒരു z പോയി, ഇവിടുന്ന് ഒരു z പോയതാണ് 80 മൈനസ് 2z. സോ അതിന്റെ ഇത് ടോട്ടലിന്റെ മൈനസ് ഇതിന്റെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഡിഫറൻസ് എത്ര കിട്ടണം? 3,200 കിട്ടണം. ഓക്കെ, സോ നോക്കാം ഇക്വേഷനിലോട്ട് വരിക. സോ നമുക്ക് ടോട്ടൽ എത്രയാണെന്ന് അറിയാം? 8,000 മൈനസ് അതിൻ്റെ അകത്തുള്ളതിൻ്റെ ഏരിയ 100 മൈനസ് 2z ഇൻറ്റു 80 മൈനസ് 2z ഈക്വൽ ടു 3,200. സോ quadratic equation solve ചെയ്യാം. ഇത് വരും 8,000 മൈനസ് ഓഫ് അത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തേക്കും 8,000 then minus 200z minus 160z plus 4z square is equal to 3,200. Okay, so that implies 8,000 minus 8,000 plus 360z minus 4z square equal to 3,200. Okay. So that implies 4z square minus 360z, 8,000 get cancel, plus 3,200 equal to 0. Okay. So now through out to 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇക്വേഷനെ through out to 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ എത്ര വരും? z സ്ക്വയർ മൈനസ് 90z plus 800 equal to 0. Okay. So quadratic equation solving, some product of two numbers 800, sum minus 90. So that means നമുക്ക് എത്ര എടുക്കാം? 80 and 10. So
80 minus 80 and minus 10. So that implies z minus 80 into z minus 10 equal to 0. That implies z equal to 80 and z equal to 10. ഒരിക്കലും z എത്ര വരത്തില്ല, അതിൻ്റെ ടോട്ടൽ വിഡ്ത്ത് എത്രയാണ് 80 ആണ്. ഒരിക്കലും രണ്ട് സൈഡിലും 80 പോകാൻ പറ്റില്ല. സോ width of the path will be 10 meter. Width of the path will be 10 meter. A man went to a bank with rupees 1000. He asked the cashier to give him rupees 5 rupees and 10 rupees notes only. In return, the man got 175 notes. So that means 5 rupee notes കിട്ടിയത് x എന്നെടുക്കാം, 10 rupee നോട്ട്സ് y എന്നെടുക്കാം. അത് മൊത്തം കിട്ടി, രണ്ടും കൂടെ ചേർത്ത് 175 നോട്ട്സ് കിട്ടി. ദെൻ 5x പ്ലസ് 10y എന്ന് പറഞ്ഞാൽ എത്രയാണ്? ടോട്ടൽ 1000 rupees ആണ് ചേഞ്ച് ചെയ്തത്. സോ ഇക്വേഷൻ 1, ഇക്വേഷൻ 2, ഇക്വേഷൻ 1നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര വരും? 5x plus 5y equal to 175 into 5. 175 കിട്ടും 1875. അതേപോലെ 5x plus 10y is equal to 1000. സോ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും ഇതൊരു ഇക്വേഷൻ, ഇതിന് 1 എന്നും 2 എന്നും കൊടുക്കാം. 1 minus 2, so minus ആകും, minus 5x get cancel, minus 5y is equal to minus 125. Therefore y is equal to minus 125 divided by minus 5 equal to 25. So x plus y equal to, equation 1 and x plus y equal to 175. Therefore x is equal to 175 minus 25 equal to 150. Okay. So that means 5 rupee notes എത്ര വന്നു? 150 വരും. 10 rupee notes 25. 250 plus 250 ആയിരുന്നു. Okay. Then next question. A man rowing at a rate of 5 kilometers in an hour in still water takes thrice as much as time in going 40 kilometers up the river as in going 40 kilometers down. Okay. Find the rate at which the river flows. ഇത് രണ്ട് രീതിയിൽ സോൾവ് ചെയ്യാം. ജസ്റ്റ് let the river flows. റിവറിൻ്റെ ഫ്ലോ at x kilometer per hour. Okay. Upstream velocity will be 5 minus x kilometer per hour. Okay. Downstream velocity ആണല്ലോ downstream. ഇതിൻ്റെ എതിരെ നീങ്ങുമ്പോൾ x കുറച്ചു, അതിൻ്റെ ഒപ്പം നീങ്ങുമ്പോഴത്തേക്കും 5 plus x kilometer per hour. Okay. Then നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താണ് വന്നിരിക്കുന്നത്? 3 times 5 minus x is equal to 5 plus x. So answer വരും 15 minus 3x is equal to 5 plus x. 20 equal to 4x. Therefore x is equal to 20 divided by 4. X is equal to 20 അല്ല 10 divided by 4. 15 minus 5 10 ആണ്. 10 divided by 4 2.5 kilometer per hour. സോ ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? നമ്മൾ 40 കിലോമീറ്റർ ടൗൺ നമ്മൾ എടുത്തിട്ടില്ല, ജസ്റ്റ് റിവറിൻ്റെ ഫ്ലോ. സോ നോർമലി എക്സ് കിലോമീറ്റർ പെർ അവർ ആണെങ്കിൽ അപ്സ്ട്രീം ആണെങ്കിൽ എന്താണ് അത്രയും കൂടെ വെലോസിറ്റി കുറേ നമ്മൾ എതിരെ തുഴയുമ്പോഴത്തേക്കും എക്സ് കിലോമീറ്റർ നമ്മൾ ഓപ്പോസിറ്റ് ആണെങ്കിൽ, അതായത് ഒഴുക്കിനെതിരെ നിന്നുമ്പോഴത്തേക്കും 5 കിലോമീറ്റർ പെർ അവർ നമ്മൾ കുറയും. ഓക്കെ. സോ സ്റ്റിൽ വാട്ടർ ആണെങ്കിൽ 5 കിലോമീറ്റർ ഇന്നാണ് നൽകിയിരിക്കുന്നത്. ദെൻ അതിൻ്റെ ഒഴുക്കിനൊപ്പം നിന്നുവാണെങ്കിൽ എന്താണ് നമുക്ക് വെലോസിറ്റി കൂടും 5 plus x.
നമുക്ക് ഈ 40 വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു രീതിയിൽ സോൾവ് ചെയ്യുകയാണെങ്കിൽ, സോ നമുക്ക് തന്നിരിക്കുന്ന വെച്ചിട്ട് എന്താവും 3 into 40 divided by 5 plus x is equal to 40 divided by 5 minus x. Okay. So ഇത് സോൾവ് ചെയ്യാൻ നമുക്ക് എങ്ങനെ വരും, 120 divided by 5 plus x is equal to 40 divided by 5 minus x. 120 divided by 5 plus x is equal to 40 divided by 5 minus x. Okay. Then solve here 120 into 5 minus x. 120 into 5 minus x is equal to 40 into 5 plus x. Right? That implies 120 into 5, 120 into 5, 600 minus 120x is equal to 200 plus 40x. Okay. So 160x, 120 upon 160x is equal to 400. X is equal to 400 divided by 160. 400 divided by 160. Right answer 2.5. So രണ്ട് രീതിയിൽ സോൾവ് ചെയ്യാം. ബെറ്റർ നമുക്ക് എന്താണ് ഇതിന്റെ വെലോസിറ്റി മാത്രമാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. റിവർ എത്രയാണ്, എത്ര km/h ആണ് ഫ്ലോ ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ വെലോസിറ്റി അപ്പ് സ്ട്രീമും ഡൗൺ സ്ട്രീമും വെലോസിറ്റി വെച്ചിട്ട് ഡയറക്റ്റ് ആൻസറിലേക്ക് നമുക്ക് ഫസ്റ്റ് മെത്തേഡിൽ ചെയ്യാം. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എക്സാമ്പിൾ ചൂസ് ചെയ്യാം. സോ ചിലർക്ക് ഡൗട്ട് വരും 40 ഒക്കെ പറഞ്ഞിട്ട് എന്താണ് എടുക്കാൻ, നമ്മളാണ് ഈ ഒരു മെത്തേഡിലൂടെ കാണിച്ചത്. സോ രണ്ട് രീതിയിൽ നമുക്ക് ഇങ്ങനെ സോൾവ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്ന ക്ലിയർ ആണോ അല്ലേ? സോ റിവറിന്റെ നോർമൽ റിവർ ഒഴുകുന്നത് x km/h. സോ എഗെയിൻസ്റ്റ് നീന്തുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് എക്സ് വെച്ചിട്ട് കുറയും. 5 വെച്ചായിരുന്നു നമ്മൾ സ്റ്റിൽ വാട്ടറിലാണെങ്കിൽ 5 km ആയിരുന്നു, അതാണ് 5 minus x. ഡൗൺ സ്ട്രീം ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെലോസിറ്റി കൂടും. ദാറ്റ് മീൻസ് നമ്മൾ തുടങ്ങുന്ന പ്ലസ് റിവറിന്റെ ആ ഫ്ലോയും കൂടെ അതാണ് 5 plus x. ദെൻ തന്നിരിക്കുന്ന ഇക്വേഷൻ 3 times as much as തന്നിരിക്കുന്ന ഇക്വേഷൻ തന്നിരിക്കുന്നു. ദെൻ next question, find the value of 2 plus 1 divided by 2 plus 1. So let never know ഇതൊക്കെ കാണുമ്പോൾ പിള്ളേർ 2 divided by up to infinity കിട്ടില്ല. രണ്ട് സ്റ്റെപ്പിൽ ആൻസർ ആണ്. Let x is equal to 2 plus 1 divided by 2 plus 1 divided by 2 plus 1 divided up to infinity. Okay. So x is equal to 2 plus 1 divided by ഇത് എന്ത് തന്നെയാണ് ഔട്ട് വന്നിരിക്കുന്നത്, ഇത് അഗെയിൻ x തന്നെയാണ് അല്ലേ. So x എടുക്കുക. So x is equal to 2x plus 1 divided by x. So LCM cross multiply ചെയ്യുമ്പോഴത്തേക്കും x square equal to 2x plus 1. That implies x square minus 2x minus 1 equal to 0. X square minus 2x minus 1 equal to 0. Then so നമുക്ക് x square നമുക്ക് ഇവിടെ നോക്കാം. ഫാക്ടറൈസേഷൻ രണ്ട് നമ്പറിന്റെ പ്രോഡക്റ്റ് മൈനസ് ഉണ്ട്. ദാറ്റ് മീൻസ് 1 - 1 ആയിരിക്കും. ബട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും -2 കിട്ടത്തില്ല. സോ നമുക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡിൽ നോക്കാതെ നേരെ ഇക്വേഷൻ മെത്തേഡ് എടുക്കുക. x is equal to -b plus or minus root of b square minus 4ac the whole divided by 2a. So minus into -2 plus or minus root of -2 square minus 4 into 1 into -1. Okay. So that means divided by 2a 2. Answer will be 2 minus 2 into minus into -2 plus 2 plus or minus root of 4 plus 4 divided by 2. 2 plus or minus root of 8 divided by 2. Okay. So this can written as 2 plus or minus 4 into 2 divided by 2. So 2 plus or minus 4 in the root 2 root 2 divided by 2. So this can be written as 1 plus or minus root 2. 1 plus or minus root 2. 1 plus or minus. Okay, choose now. First one 1 plus or minus. Like term simplified form ആണ് ചോയ്സ് തന്നിരിക്കുന്നത്. ഇടയ്ക്ക് വെച്ച് നോക്കിയാൽ നമുക്ക് ഈ ഒരു ആൻസറിലേക്ക് വരത്തില്ല. നമുക്ക് ആ ഒരു സ്പീഡ് ഉണ്ടാകണം. ഇവിടെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഇക്വേഷൻ മെത്തേഡിൽ റൂട്ട്സ് കണ്ടുപിടിക്കുന്ന അറിഞ്ഞിരിക്കണം. ദെൻ ആൻസറിലേക്ക് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2 plus root 3 is one root. That means 2 plus root 3 ഒരു റൂട്ട് ആണെങ്കിൽ കോൺജുഗേറ്റ് പെയർ ആയിരിക്കും അതർ റൂട്ട്. 2 minus root 3 will be the other root. Okay. Then sum is equal to 2 plus root 3 plus 2 minus root 3. So root 3 can cancel 4. Then product of roots will be equal to 2 plus root 3 into
2 minus root 3, that means a plus b into a minus b square 4 minus 3 equal to 1. അതൊക്കെ മനസ്സിൽ വരണം. അതാണ് ഞാൻ സ്റ്റെപ്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാണ്. ഇങ്ങനെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. സോ ഇവിടെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നൊന്നും എക്സാമിന് എഴുതി വെക്കേണ്ട കാര്യമില്ല. സോ ഇത് കണ്ടുകൊണ്ടാൽ മനസ്സിലാവും ഇങ്ങനെയുള്ള ഏത് പ്രോബ്ലം വന്നാലും എന്താണ് ഇതാണ് അതിൻ്റെ മെത്തേഡ്. സോ നമുക്ക് സമ്മ് കിട്ടി പുറത്തും കിട്ടിയാൽ നമുക്ക് റൂട്ട്സ് അറിയാം. പുതിയ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം? എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് റൂട്ട്സ് ഇൻറ്റു എക്സ് പ്ലസ് product equal to 0. So that means x square minus 4x plus 1 equal to 0 എന്ന് പറയുന്നതാണ് എന്ത്? x square plus tx plus q equal to 0. Therefore t is equal to minus 4. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമുക്കൊരു ചോയ്സ് ഉണ്ട്. 4 1 എന്നൊരു ചോയ്സ് വന്നിട്ടുണ്ട്. ബട്ട് ആക്ച്വലി നമുക്ക് 4 അല്ല, ബിക്കോസ് പ്ലസ് പി ആണ് ഇത്. നമുക്ക് ആൻസർ കിട്ടുന്നത് എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 1. സോ പി ഏത് വാല്യൂ എടുത്താലേ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. -4 ആൻഡ് ക്യൂ 1. സോ ആൻസർ -4 and 1. -4 and 1. Then next one. So very important question. So എല്ലാവർക്കും വരുന്ന ഇതാണ്. ചാടിക്കയറി 4 1 എഴുതും. ശ്രദ്ധിച്ച ആൻസറിലേക്ക് വരാം. ഒത്തിരി ആൾക്കാർക്ക് തെറ്റുപറ്റിയ ക്വസ്റ്റൻ ആണ്. എക്സാം ക്വസ്റ്റൻ ആണ്. ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ. സോ rectangle the area of formula length into breadth 6000, then perimeter 2 into L plus B 340. So that means L plus B equal to 340 divided by 2 170. 2 numbers എന്താണ് നമുക്ക് നോക്കാം. സം എത്ര വരണം? 170 വരണം. പ്രോഡക്റ്റ് നമുക്കിവിടെ 120 into 50 എത്ര വരും? 6000. 120 plus 50 equal to 170. സോ നമുക്ക് എന്താണ് ആൻസറിലേക്ക് വരാം. സോ ഇത് ലെങ്ത്തും ഇത് ബ്രെഡ്ത്തും എപ്പോഴും ലെങ്ത്ത് ഹയർ ക്വാണ്ടിറ്റി ആയിരിക്കും. therefore L is equal to 120. സോ നമുക്കിത് ഇക്വേഷനിലോട്ടൊക്കെ പോകാം. ബട്ട് ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിന് എപ്പോഴും ശ്രദ്ധിക്കാം. നമുക്ക് ചോയ്സ് വെച്ചിട്ട് ആൻസറിലേക്ക് വരുന്നതായിരിക്കും. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ടൈം കുറച്ച് എടുത്ത് നമുക്ക് ആൻസറിലേക്ക് വരാൻ പറ്റുന്നത് കൊണ്ട് ബെറ്റർ ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. The length of a triangle is 5 more than its breadth, and if perimeter of the triangle is 40 centimeter, then the length and breadth of the rectangle will be okay. So let length equal to x. So obviously breadth equal to x എടുക്കാം. Length of the triangle will be 5 centimeter more than, that means x plus 5. Then പിന്നെ എന്താണ്? Perimeter means 2 into L plus B. So നമുക്കറിയാം 2 into x plus 5 എന്ന് പറയുന്നത് എത്രയാണ്? 40 ആണ്. So that means 2 into 2x plus 5 equal to 40. 4x plus 10 equal to 40. 4x plus 10 equal to 40. That implies 4x equal to 30. That implies x is equal to 30 divided by 4. 7.5. നമുക്ക് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. ബ്രെഡ്ത്ത് അല്ല x 7.5 ആണെങ്കിൽ ഇതിൻ്റെ കൂടെ 7.5 പ്ലസ് 5 ആണ് എത്ര? ലെങ്ത് 12.5. So 12.5 and 7.5 will be the length and breadth of the rectangle. The roots of the equation 3x square minus 14x plus k will be reciprocal to each other. So നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പഠിച്ചിരിക്കുന്ന 3-4 നോട്ട്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. റൂട്ട്സ് റെസിപ്രോക്കൽ ടു ഈച്ച് അതർ ആണെങ്കിൽ എന്താണ്? പ്രോഡക്റ്റ് ഈക്വൽ ടു 1 ആണ്. ദാറ്റ് മീൻസ് c by a equal to 1. that implies c equal to a. ഇവിടെ a എത്രയാണ്? 3 ആണ് അല്ലേ? a equal to 3. സോ ഇവിടെ അല്ലേ c വരുന്നത്? c equal to എത്ര ആയിരിക്കും? k will be equal to 3. ആ ഫോർമുല അല്ലെങ്കിൽ ആ നോട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സെക്കൻഡ്സ് 5 സെക്കൻഡ്സിലെ ആൻസർ ആണ് എക്സാം ക്വസ്റ്റ്യൻ. Then next question, very important question. Find the positive value of k which the roots of the equation 12x square plus kx plus 5 equal to 0 are in the ratio 3:2. Okay. So നമുക്ക് ലെറ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നമുക്കൊരു ഇക്വേഷൻ നമുക്ക് റേഷ്യോ യൂസ് ചെയ്ത് നമുക്ക് സോൾവ് ചെയ്യാം. let the roots be alpha comma beta. നമ്മൾ എപ്പോഴും എടുക്കുന്നു ആൽഫയും ബീറ്റ ആണ് എടുത്തിരിക്കുന്നു. സോ ആൽഫ ഈസ് ടു ബീറ്റ.
is equal to 3:2. നമ്മുടെ ഇൻഡിസസിന്റെ പ്രോപ്പർട്ടി റേഷ്യോയുടെ പ്രോപ്പർട്ടി അനുസരിച്ച് എന്താ ആൽഫ ക്യാൻ ബി റിട്ടൺ ആസ് 3. ഇവിടെ നമ്മളെ x 3z എന്ന് എടുക്കാം, ബീറ്റ 2z. ഓക്കെ, ആൽഫ 3z ആൻഡ് ബീറ്റ 3z. സോ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? 12x² പ്ലസ് kx പ്ലസ് 5 ഈക്വൽ ടു 0. ഓക്കെ, സോ ആൽഫ പ്ലസ് ബീറ്റ എന്ത് വരും? മൈനസ് ബി ബൈ എ, ദാറ്റ് മീൻസ് മൈനസ് കെ ഡിവൈഡഡ് ബൈ 12. ദാറ്റ് ഇംപ്ലൈസ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയാം 2z പ്ലസ് 5z is equal to minus k divided by 12. That implies z equal to cross multiply by minus k divided by 60. Okay, then alpha beta product c by a, c by a 5, c by a means 5 divided by 12. c by a means 5 divided, that implies alpha beta 6, 3 into 2 6, z square is equal to 5 divided by 12. That implies z into the 6 into minus k divided by 60 the whole square. Z in the value substitute here, then 5 divided by 12. 5 divided by 12. That implies 6 into k square minus k into minus k plus I. 60 into 60 equal to 5 divided by 12. Okay, that implies k square is equal to 5 into 60 into 60 divided by 6 into 12. 12, 5, 10. Okay, k square is equal to 5 square into 10. That implies k is equal to, in the root of 5 square into 10. Okay, positive value ആണ് ചോദിച്ചിരിക്കുന്നത്. 5 in the root 5 square root to 5, 10 in the root 10. So now the answer is 5 root 10 will be the answer. 5 root 10 will be the answer. If one root of equation x square minus 3x plus k equal to 0 is 2. So now like the one root of x square minus 3x plus k equal to 0 is 2. So that means idile 2 and x in the 2 substitute ചെയ്താൽ എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം? ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ? സോ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇതൊരു 2 square minus 3 into 2 plus k equal to 0, 4 minus 6 plus k equal to 0, minus 2 plus k equal to 0. That implies k equal to 2. So equation the root ആണെങ്കിൽ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുള്ള ആ നോർമൽ തിയറി അറിഞ്ഞിരിക്കണം. Then just a substitute answer within seconds answer ആണ്. The next question, the ratio of 5x minus 3y and ratio 5y minus 3y is 3:4. That means ratio means 5x minus 3y divided by 5y minus 3x is equal to 3 divided by 4. So that implies, now cross multiplying by 4 into 5x minus 3y is equal to 3 into 5y minus 3x. So that implies 20x minus 12y. 20x minus 12y is equal to 15y minus 9x. So x in there, ഒരുമിച്ച് കൊണ്ടുവരുമ്പോഴത്തേക്കും x വരുമ്പോഴത്തേക്കും 29x minus 9 പറയുമ്പോഴത്തേക്കും plus 9 പറയുമ്പോഴത്തേക്കും 27y. സോ ഇതൊരു എക്സാം ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും ഇവിടെ വന്ന് തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടിക്കേറി എന്താണ് 29x equal to 27y എന്ന് പറഞ്ഞാൽ ചാടിക്കേറി എന്താണ് 27 ആൻസർ. ഇന്ന് നമുക്ക് നോക്കാം. സോ x/y അല്ലേ വേണ്ടത്? x/y മീൻസ് x by y. x by ക്രോസ് മൾട്ടിപ്ലൈ ഇതെന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 27 divided by 29. x divided by y ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 27 divided by 29 എന്ന് പറഞ്ഞാൽ എന്താണ്? 29:27 അല്ല 27:29. സോ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ബിക്കോസ് ഈ സ്റ്റെപ്പ് വന്നിരുമ്പോഴത്തേക്കും ഈ ചോയ്സ് കണ്ടിട്ട് റോങ് ആയ ആൻസർ എഴുതാൻ ചാൻസ് കൂടുതലാണ്. ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് റോങ് ആയ ആൻസറിലേക്ക് ഇന്റർപ്രറ്റ് ചെയ്ത് പോകും. സോ ബെറ്റർ ഒന്നുകൂടെ നോക്കുക. x divided by y is equal to 27 divided by 29. Therefore 27:29 will be the final answer. Okay. Then next question. The roots of the equation x square plus x plus r equal to 0 are alpha and beta. And alpha cube plus beta cube is equal to minus 6. Find the value of r. So തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? x square plus x plus r is equal to 0.
ഇതിൻ്റെ റൂട്ട്സ് എന്തൊക്കെയാണ് നൽകുന്നത്? ആൽഫയും ബീറ്റയാണെന്ന്. സോ സം ഓഫ് റൂട്ട്സ് ആൽഫ പ്ലസ് ബീറ്റ. സോ നമുക്ക് ഫോർമുല എന്താണ്? മൈനസ് ബി ഡിവൈഡഡ് ബൈ എ. സോ ഇവിടെ എത്ര വരും? മൈനസ് വൺ വരും. ദെൻ പ്രോഡക്റ്റ് എത്രയാണ്? ആൽഫ ബീറ്റ സി ബൈ എ. ദാറ്റ് മീൻസ് എത്ര? ആർ ബൈ 1 അല്ലെങ്കിൽ ആർ. സോ നമുക്ക് വേണ്ട എന്താണ്? ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ് ഈക്വൽ ടു -6 ആണെങ്കിൽ ആറിന്റെ വാല്യൂ. സോ നമുക്ക് എന്തറിയത്തുള്ളൂ? ആൽഫ പ്ലസ് ബീറ്റയും ആൽഫ ബീറ്റയും. സോ ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ് നമ്മുടെ ബേസിക് ഫോർമുലാസ്. എങ്ങനെ അതിനെ ഇന്റർപ്രറ്റ് ചെയ്തെടുക്കാം? ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആൽഫ പ്ലസ് ബീറ്റയും ആൽഫ ബീറ്റയും ടേംസിലേക്ക് എങ്ങനെ കൊണ്ടുവരാം? ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ ക്യൂബ് മൈനസ് 3 ആൽഫ ബീറ്റ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ. ഓക്കെ, so alpha plus beta the whole cube, alpha plus beta minus 1 the whole cube minus 3 into alpha beta r into alpha plus beta minus 1 is equal to minus 6. Okay, is equal to minus 6. Then so that implies minus 1 plus 3r is equal to minus 6. That implies 3r is equal to minus 6 plus 1. That implies 3r is equal to minus 5. Therefore, r is equal to minus 5 divided by 3. Okay. Minus 5 divided by 3. Choice നോക്കുക. r is equal to minus 5 divided by 3. ഏതെങ്കിലും ഒരു മൈനസ് ചേഞ്ച് ചെയ്യാൻ ഇവിടെ ഒരുപാട് പേർക്ക് പറ്റിയ 7 ഏതെങ്കിലും ഒരു മൈനസ് ചേഞ്ച് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യും? ആൻസർ 7/3 കിട്ടും. അത് ചോദിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കണം. സോ എപ്പോഴും മൈനസ് വരുന്നതിന് ശ്രദ്ധിച്ചോണം. നമുക്ക് -1 മാറിപ്പോയാലുള്ള ഒരു ആൻസർ മിക്കവാറും അവർ ചോദിച്ചിട്ട് കൊണ്ടിടും. സോ റോങ് ആൻസർ മീൻസ് നെഗറ്റീവ് മാർക്ക്. ശ്രദ്ധിച്ച് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്ത് മാത്രം ആൻസർ ചെയ്യുക. 1 root of the quadratic equation px² plus qx plus r equal to 0 is r. Okay, then the other root. Okay, so നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? px² plus qx plus r is equal to 0. ഇതിന്റെ ഒരു റൂട്ട് r ആണെങ്കിൽ മറ്റേ റൂട്ട് നമുക്ക് എന്താ? ആൽഫയ്ക്ക് ഒരു r എന്ന് എടുക്കാം, മറ്റേത് ബീറ്റ. Then ഇനിയാണ് ശ്രദ്ധിക്കുന്നത് ജസ്റ്റ് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ്. വേറെ ഒന്നും ചെയ്യേണ്ട, 2 സ്റ്റെപ്പിൽ ആൻസർ ആണ്. പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് ഫോർമുല എന്താണ്? ആൽഫ ഇൻറ്റു ബീറ്റ അല്ലെങ്കിൽ r ഇൻറ്റു ബീറ്റ ഈസ് ഈക്വൽ ടു c ബൈ a. ഇവിടെ c എത്രയാണ്? r ബൈ p. So r into beta is equal to r by p. So r get cancelled. Beta is equal to 1 divided by 3. And this step will answer. So sum എടുത്ത് പോയി കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ കുറേ ടൈം വേസ്റ്റ് ആവും. ഡയറക്റ്റ് ഉണ്ട് r പ്രോഡക്റ്റ് നമുക്ക് ഒറ്റയടിക്ക് കിട്ടുന്ന നേരെ പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് മാത്രം എടുക്കുക, ദെൻ ആൻസറിലേക്ക് വരിക. സോ ഒരെണ്ണം r, അടുത്ത ബീറ്റ. സോ പ്രോഡക്റ്റ് c by a, r into beta. So c എത്രയാണ്? r എന്നറിയാം. r get cancelled. Beta is equal to 1 by p. Then answer beta is equal to 1 by p. So very important question. No. A correct product sum എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ടൈം വെറുതെ കുറേ ടൈം പോകും, ആൻസറിലേക്ക് എത്തത്തില്ല എന്ന് തോന്നും. അപ്പോൾ ഡയറക്റ്റ് പ്രോഡക്റ്റ് മാത്രം എടുത്താൽ. സോ മാർക്ക് ഇറ്റ് ആസ് ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക, വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The ratio of the roots of the equation 4x² minus 6x plus p equal to 0 is 1:2. Then the value of p. So x², 4x² minus 6x plus p equal to 0. Alpha comma beta. So alpha beta alpha is to beta. നമുക്ക് എന്താ 1:2 ആണ്. സോ ആൽഫ നമുക്ക് ഇവിടെ x ഉള്ളതുകൊണ്ട് 2z, സോറി z എന്നും ബീറ്റ 2z എന്നും എടുക്കാം. ദെൻ ബിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. സം അല്ലേ, സം ഓഫ് റൂട്ട്സ് ഈസ് ഈക്വൽ ടു 3z equal to 6/4 minus b by a. That means 3/2. Z is equal to 3/2 into 3. That means 1/2 വരും. Next one is നമ്മുടെ product equal to 2 z square is equal to p/4. Z എത്രയാണ്? നമുക്കറിയാം, ഓൾറെഡി അറിയാം. Z 1/2 ആണ്. 2 into 1/2 square 4 എന്ന് വരും, equal to p/4. 4 get cancel. Therefore answer കിട്ടും p is equal to 2. P is equal to 2 to answer. Then next question. നല്ലൊരു ക്വസ്റ്റ്യൻ ആണിത്.
മാർക്ക് ചെയ്തൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എക്സാം വന്നിട്ടുള്ള ഈ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാൻ നമുക്ക് ഈ പറഞ്ഞ ടൈമിൽ സോൾവ് ചെയ്യാൻ പറ്റും. സോ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0. റൂട്ട്സ് എത്രയാണ്? പി ആൻഡ് പി കോമ ക്യൂ ആർ ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ. സോ നമുക്ക് എന്ത് എഴുതാം? പി പ്ലസ് ക്യൂ സം ഓഫ് റൂട്ട്സ് പി പ്ലസ് ക്യൂ is equal to minus of minus b divided by 1 a equal to 1 ആണ്. So p plus q is equal to b, then pq is equal to c by a, c by 1 equal to c. നമുക്ക് എന്താണ്? ഒരു ന്യൂ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്യണം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്യണം. അതിന്റെ റൂട്ട്സ് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? പി ക്യൂ പ്ലസ് പി പ്ലസ് ക്യൂ ആൻഡ് പി ക്യൂ മൈനസ് പി മൈനസ് ക്യൂ. ഓക്കെ, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. റൂട്ട്സിനെ ഞാൻ ഒന്ന് റീറൈറ്റ് ചെയ്യാണ്. ഇത് പി ക്യൂ പ്ലസ് ബ്രാക്കറ്റിൽ പി പ്ലസ് ക്യൂ ആൻഡ് ഇതിനെ ഞാൻ പി ക്യൂ മൈനസ് പി പ്ലസ് ക്യൂ. സോ ഒരു എ പ്ലസ് ബി എ മൈനസ് ബി ഫോർമാറ്റിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിനകത്ത് മേജർ സ്റ്റെപ്പ്. ദെൻ തീർന്നു. നമ്മൾ നോർമലി സോ ഇക്വേഷൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ റൂട്ട്സ് അറിയാമെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് റൂട്ട്സ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് ഈക്വൽ ടു 0. ഓക്കെ, സോ നമുക്ക് നോക്കാം സം ഓഫ് റൂട്ട്സ്. സോ റൂട്ട്സ് ഏതൊക്കെയാണ്? പി ക്യൂ പ്ലസ് ആ ഒരു ഫോർമാറ്റിൽ തന്നെ എഴുതുകയാണ് പി പ്ലസ് ക്യൂ പ്ലസ് പി ക്യൂ മൈനസ് പി പ്ലസ് ക്യൂ. So that means p plus q, p plus q cancel. നമുക്ക് വരും 2pq. So pq already നമുക്കറിയാം c ആണ് 2c. Okay. Then product എഴുതുന്നതാണ് pq plus p plus q into pq minus p plus q. ഇതാണ് a plus b into a minus b format. So a square minus b square. So pq നമുക്കറിയാം സി ആണ്, സി സ്ക്വയർ മൈനസ് ഇത്ര വരും. മറ്റേത് ബി ആണ്, സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വരും. ദെൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് സ്ക്വയർ മൈനസ് 2cx പ്ലസ് സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു 0. എക്സ് സ്ക്വയർ മൈനസ് 2cx മൈനസ് സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു 0. എക്സ് സ്ക്വയർ മൈനസ് 2cx. സോ ചോയ്സ് എന്തോരും എ. ഇതിനകത്ത് മേജർ സ്റ്റെപ്പ് ഇതാണ്. ഇതിനെ ഒന്ന് നമ്മുടെ ഒരു ഫോർമാറ്റിലേക്ക് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോർമാറ്റിലേക്ക് മാറ്റുന്ന ഇതിൽ ഒന്ന് റീറൈറ്റ് ചെയ്യുന്നത് മാത്രമാണ് അതിനകത്ത് ഒരു മേജർ സ്റ്റെപ്പ്. ബാക്കിയെല്ലാം നമ്മൾ ചെയ്തതുപോലെ. സോ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. The arithmetic mean between next question, arithmetic mean between roots of a quadratic equation is 8. Okay, so arithmetic mean root നമുക്ക് ഏതൊക്കെയാണ്? റൂട്ട്സ് ആൽഫ ബീറ്റ എടുക്കാം. arithmetic mean means alpha plus beta divided by 2 equal to 8. That implies alpha plus beta equal to 16. Then geometric mean, two numbers in geometric mean square root of alpha beta equal to 5. That implies alpha beta equal to 25. Then so നമ്മുടെ quadratic equation formula x square minus sum of roots into x plus product of roots equal to 0. Okay, the alpha and beta ആണെങ്കിൽ sum എന്ന് പറഞ്ഞാൽ എന്താണ്? alpha plus beta. So x square minus 16x plus 25 equal to 0. ഡയറക്റ്റ് ആൻസറിലേക്കാണ് വരുന്നത്. പക്ഷേ ഇവിടെ എന്തായിരിക്കണം? അരിത്തമെറ്റിക് മീൻ്റെയും ജോമെട്രിക് മീൻ്റെയും ഫോർമുല അറിഞ്ഞിരിക്കണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നേരെ ആൻസറിലേക്കാണ് വരുന്നത്. സോ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മിനിമം വാല്യൂ ഓഫ് എ. സോ നമ്മൾ നോട്ടിനകത്ത് ലാസ്റ്റ് നോട്ട് മിനിമം വാല്യൂ മാക്സിമം വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ മിനിമം വാല്യൂ ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരുന്നത് when a greater than 0. ഇവിടെ x square minus 6x plus 10 ആണ്. That implies a equal to 1 greater than 0 ആണ്. So minimum value formula എന്താണ്? 4ac minus b square divided by 4a. So 4 into 1 into 10 minus b എന്ന് പറഞ്ഞാൽ minus 6 the whole square divided by 4. 4 into 1 into 4 10 40 minus 36 divided by 4. 40 minus 36 divided 4 by 4 equal to. So ഈ ഒരു ഫോർമുല പഠിച്ചിരിക്കുക. അതർവൈസ് നമുക്ക് കുറേ സ്റ്റെപ്സ് ചെയ്തിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസറിലേക്ക് 1 ഗ്രേറ്റർ ദാൻ ഏറ്റവും മിനിമം 1 ആണ് എന്ന രീതിയിൽ കണ്ടുപിടിക്കേണ്ടി വരും. സോ ബെറ്റർ മിനിമം വാല്യൂ ആണെങ്കിലും മാക്സിമം വാല്യൂ ആണെങ്കിലും ഫോർമുല എന്താണ് വരുന്നത്? 4ac minus b square divided by 4a ആണ്. മാക്സിമം വാല്യൂ ആകുമ്പോഴത്തേക്ക് എന്ത് വരണം? a
ലെസ് ദാൻ 0 ആയിരിക്കണം ഈ ഫോർമുല സ്യൂട്ട് ആവാനായിട്ട്. സോ 4ac മൈനസ് ബി സ്ക്വയർ ബൈ ഡിവൈഡഡ് ബൈ 4a. സോ വെരി ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ നോട്ട്സിനകത്ത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ നോട്ട്സിനകത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, അത് നോട്ട്സ് എഴുതിയെടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, 1 root of a quadratic equation. നമുക്ക് quadratic equation വിളിക്കുന്നു x square plus px plus a is root 3 plus 2. ഓക്കെ, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ട ഒരു എക്സാം ക്വസ്റ്റ്യൻ ഒത്തിരി ആൾക്കാർ ശ്രദ്ധിച്ചാണ്. ഇത് കോൺജുഗേറ്റ് പെയർ ആണ്. സോ ഇതിന്റെ കോൺജുഗേറ്റ് പെയർ സ്റ്റുഡൻസ് എങ്ങനെ എടുത്തു? root 3 minus 2 എടുത്തു. ഓക്കെ, സോ അത് റോങ് ആണ്. നമുക്ക് m plus root 10 ആണെങ്കിൽ m minus root 10 ആണ് അതിന്റെ ക്വസ്റ്റ്യൻ. സോ ഇതിനെ നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാം? root 3 plus 2 can be written as 2 plus root 3. സെയിം അല്ലേ? 2 plus root 3. സോ ഇതിന്റെ കോൺജുഗേറ്റ് പെയർ എന്തായിരിക്കും വരുന്നത്? 2 minus root 3. ദെൻ നമ്മൾ എന്തെടുക്കുക? സം ഈസ് ഈക്വൽ ടു 2 plus root 3 plus 2 minus root 3 കിട്ടും 4. ദെൻ പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു 2 plus root 3 into 2 minus root 3 കിട്ടും 2 square 4 minus 3 equal to 1. സോ നമ്മുടെ ഇക്വേഷൻ x square minus sum of roots into x plus product sum of roots into x plus product equal to 0. That means x square minus 4x plus 1 equal to 0. And x square plus px plus a. So നമുക്ക് p യും a യും ആണ്. p എത്ര വരും അല്ലേ? സോ ഇവിടെ p ക്ക് പകരം എത്രയാണ്? ഇവിടെ -4. ശ്രദ്ധിക്കണം, 4 അല്ല, -4. a equal to 1. So -4 and 1. So very important. എക്സാം ഒത്തിരി ആൾക്കാർ എടുത്തു root 3 minus 2 എടുത്തു, എന്നിട്ട് കിട്ടിയില്ല, ആൻസർ കിട്ടിയില്ല. നൺ ഓഫ് ദീസ് ഉണ്ടെങ്കിൽ പെട്ടു, നൺ ഓഫ് ദീസ് എടുത്തും റോങ് ആൻസർ മീൻസ് നെഗറ്റീവ് മാർക്ക്. സോ കോൺസെൻട്രേറ്റ് ചെയ്യുക. root 3 plus 2 can be written as അല്ലെങ്കിൽ ഈസ് ഈക്വൽ ടു 2 plus root 3. 2 plus root 3 ആണെങ്കിൽ its conjugate pair will be 2 minus root 3. Then next question, important question. ലോഗരിതത്തിന്റെ ബേസിൽ ഒരു ഇക്വേഷൻ സോൾവിംഗ് വന്നിരിക്കുന്നു. ലോ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? log 5 to the base 10 plus log 5x plus 1 to the base 10 is equal to log x plus 5 to the base 10 plus 1 can be written as log 10 to the base 10. So logarithm property, logarithm of a number, like log 10 is always 1, logarithm of a number to the same base is always 1. Then logarithm property apply log m plus log n, log mn. Log of 5 into 5x plus 1 to the base 10 is equal to log of x plus 5 into 10 to the base 10. So that implies our equation of 5 into 5x plus 1 is equal to x plus 5 into 10. So that implies 25x plus 5 is equal to 10x plus 15. So 25x minus 10x is equal to 50 minus 5. That implies 15x is equal to 45. 15x is equal to 45. So x is equal to 45 divided by 15 equal to 3. If x minus root 2, x minus 2, modulus of x minus 2 plus modulus of, so that means absolute value of two quantities is equal to 7. Find the value of x. So ഇവിടെ ശ്രദ്ധിക്കണം, absolute value എന്താണ്? ഈ absolute value അല്ലെങ്കിൽ modulus means അകത്ത് എന്ത് വന്നാലും എന്താണ് പുറത്തേക്ക് വരുന്നത്? എന്തായിരിക്കും? പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഓക്കെ, സോ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ ഇത് വരാം. ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് പണ്ട് CPT ലെവലിൽ ഇൻഇക്വാളിറ്റീസ് ഒക്കെ ഉണ്ട്. നമ്മുടെ മോഡലസിനെ കുറിച്ച് നമുക്കപ്പം മോഡലസിനെ കുറിച്ച് അറിയാവുന്ന ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ നമുക്ക് ഇക്വേഷൻസിന് മാത്രമാണ്. സോ ശ്രദ്ധിക്കാം. സോ സംടൈംസ്, അതായത് ഇപ്പം എക്സിന് ഏത് വാല്യൂ ആണ് എടുക്കാൻ? എക്സിന് ഇപ്പം 1 ആണ് എടുക്കണമെങ്കിൽ -1. ദാറ്റ് മീൻസ് മൈനസ് ഓഫ് 1 എടുക്കണം, -1. ഈ മോഡലസിന് പുറത്തേക്ക് വരുമ്പോൾ എന്താ? +1. ദാറ്റ് മീൻസ് ഈ x-2 ആൻഡ് x-3 അത് രണ്ടും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ, സോ ദാറ്റ് മീൻസ് നമുക്ക് എന്താണ് വരുന്നത്? ഇപ്പൊ 2-നേക്കാൾ അല്ലെങ്കിൽ 3-നേക്കാൾ 2 അല്ലെങ്കിൽ 3 മുതലേ വരുന്നുണ്ടെങ്കിൽ രണ്ടും പോസിറ്റീവ് വാല്യൂ അല്ലെങ്കിൽ 0 വരെ ആകാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വരാം? സോ ദാറ്റ് മീൻസ് നമുക്ക് സൈൻ ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം മോഡലസ് ഓഫ് 2, മോഡലസ് ഓഫ് +2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 തന്നെയാണ്. മോഡലസ് ഓഫ് -3 എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. സോ ദാറ്റ് മീൻസ് ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? ഈ -3 എന്തുകൊണ്ട് ചെയ്തു? -1 കൊണ്ട് അല്ലെങ്കിൽ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് നമുക്ക് 3 എന്ന് പറഞ്ഞാൽ. സോ ഇത് രണ്ടും പോസിറ്റീവ് അല്ലെങ്കിൽ 0 ആണെങ്കിൽ എന്താണ്? നമുക്ക് ആസ് ഇറ്റ് ഈസ് ആഡ് ചെയ്യാം.
minus 3 equal to 7. Okay, that implies 2x minus 5 equal to 7. 2x equal to minus 5 plus 5 on 12. Therefore, x is equal to 12 divided by 2 equal to 6. Okay. So, next scenario x minus 2 and x minus 3 less than 0. So, less than 0 minus quantity. That means minus of x minus 2 minus of x minus 2 plus minus of x minus 3 7. Okay. Random minus modulus absolute value means value minus 1 multiply is 7 value. Okay. So that means minus x plus 2 minus x plus 3 equal to 7. Minus 2x equal to minus 2x plus 5 equal to 7. So minus 2x equal to 7 minus 5 equal to 2. Therefore, x is equal to 2 by minus 2 equal to minus 1. So 6 and minus 1. So 6 ഇനി നോക്കല്ലോ ഒത്തിരി പേർക്ക് ഡൗട്ട് വരും 6 മൈനസ് 1 എങ്ങനെ ശരിയാണെന്ന് അറിയാനായിട്ട്. നമുക്ക് നോക്കാം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്. മോഡുലസ് ഓഫ് x minus 2 plus modulus of x minus 3 equal to 7. Okay, x ന് 6 കൊടുക്കാം. നമുക്ക് ആദ്യം x ന് put x equal to 6. So എന്തൊരു modulus of 6 minus 2 plus modulus of 6 minus 3. 6 minus 2 4 വരും plus 4 and പുറത്തേക്ക് വരുമ്പോൾ 4 തന്നെ ഇത് വരും plus 3 equal to 7. Okay. Then അടുത്ത സെനാരിയോയിൽ x ന് minus 1 കൊടുത്താൽ എന്തൊരു modulus of minus 1 minus 2 plus minus 1 minus 3. So എന്താണ് വരുന്നത് modulus of minus 3 plus modulus of minus 4. So modulus of means എന്താണ് പുറത്തേക്ക് വരുമ്പോൾ എന്താണ് minus 1 multiply 3 plus 4 equal to 7. So x 6 ആകുമ്പോൾ ഉള്ളത് x equal to 6 ആകുമ്പോഴുള്ളതും x equal to minus 1 ആകുമ്പോഴുള്ളതും രണ്ടും എന്താണ് വാല്യൂ നമുക്ക് 7 എന്ന് തരും. സോ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. സോ മോഡുലസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് വേറൊരു ഏരിയ ഇല്ല. നമുക്ക് ഇവിടെയാണ് ഇക്വേഷൻസിനകത്താണ് ആബ്സൊല്യൂട്ട് വാല്യൂവിനെ കുറിച്ച് നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിയർ ഐഡിയ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. റൂട്ട്സ് ഓഫ് ഇക്വേഷൻ 2x square plus 3x plus 7 equal to 0 is alpha and beta. Then find the value of alpha. So നമുക്ക് തന്നിരിക്കുന്നത് 2x square plus 3x plus 7 equal to 0. Alpha and beta are the roots of the equation. Therefore, sum of roots alpha plus beta equal to minus b by a. The year speed minus b b into time then c by a 7 by 2. 7 by 2. Now alpha beta raised to alpha into beta raised to minus 1 plus beta into alpha raised to minus 1. So indices in the property apply with the alpha by beta plus beta by alpha, LCM alpha beta, then down alpha square plus beta square divided by alpha beta. Okay. So alpha square plus beta square okay, alpha beta alpha plus beta. So alpha plus beta the whole square minus 2 alpha beta. Substitute here alpha plus beta the whole square minus 2 alpha beta divided by alpha beta. Okay. Substitute here and select alpha plus beta minus 3 by 2 the whole square minus 2 into 7 by 2 divided by alpha beta again 7 divided by 2. 9 by 4 minus 7 divided by 7 by 2. 9 minus 28 divided by 4, then division by fraction, multiply 2 above 7. So minus 19 divided by minus 19. Answer will be equal to minus 19 divided by 14. Minus 19 divided by. So that equation x square minus 2x plus 16 equal to 0 will have equal roots when the value of k equal to okay. So equal equal roots when b square minus 4ac equal to 0. Nature of roots b square minus 4ac equal to 0 roots are real and equal. Okay, b minus 2k the whole square minus 4 into 1 into 16 equal to 0. 4k square minus 64 equal to 0.
4k square equal to 64. Therefore, k square equal to 64 divided by 4 equal to 16. In the root plus or minus 4. So, രണ്ട് വന്നാലും k is equal to plus or minus 16. The root k is equal to plus or minus, because minus 4 വന്നാലും ഇവിടെ സ്ക്വയർ എടുക്കുന്നുണ്ട്, ആൻസർ കറക്റ്റ് ആയിരിക്കും. അതാണ് പ്ലസ് ഓർ മൈനസ് 4 ക്വസ്റ്റ്യൻ. അതേപോലെ തന്നെ ചോയ്സ് വന്നിരിക്കുന്ന എക്സാമിൽ ചോദിച്ചതാണ് പ്ലസ് ഓർ മൈനസ് 4. b square minus 4ac is a perfect square but not equal to 0. Then roots are real, rational and unequal അല്ലെങ്കിൽ distinct. Real, rational. Okay. So b square minus 4ac greater than 0 is a perfect square and perfect square. So roots എന്തായിരിക്കും? റിയൽ ആയിരിക്കും, റാഷണൽ ആയിരിക്കും, അൺഈക്വൽ അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ്. സോ വെരി ഇമ്പോർട്ടൻറ്റ്. ഡയറക്റ്റ് തിയറി ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. സോ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. A seller makes an offer selling certain articles that can be described as equation x is equal to 25 minus 2y. x എന്ന് പറയുന്നത് പ്രൈസ് പെർ യൂണിറ്റ് ആണ്. y എന്ന് പറയുന്നത് y denotes number of units. Okay. The cost of price of one article, okay, price of one article equal to 10 rupee per unit, rupees 10 per unit. The maximum quantity that can be offered in a single day. Okay. So നോക്കുക, എക്സിന് നമുക്ക് എന്താണ് മിനിമം, നമുക്കൊരു ബിസിനസ് പ്രോഡക്ട്സ് എന്താണ് ഒരു യൂണിറ്റ്, അതായത് ഒരു യൂണിറ്റ് വിൽക്കുമ്പോഴത്തേക്കും എത്രയാണ് 10 rupees എങ്കിലും നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് നോ പ്രോഫിറ്റ് നോ ലോസ് സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് എക്സിനെ 10 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഒരു 25 minus 2y. സോ ദാറ്റ് മീൻസ് 25 minus 15 is equal to minus 2y. That means 2y equal to 15 divided by 2, 7.5. So y എന്താണ്? y number of units. So that means നമുക്ക് 7.5 യൂണിറ്റ് ആണെങ്കിൽ ബ്രേക്ക് ഈവൻ. ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ അറിയാം, ഇവിടെ നോക്കിയാൽ അറിയാം. അതായത് 7 യൂണിറ്റ് വരെയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും. ടു അവോയ്ഡ് ലോസ്. സോ 8 യൂണിറ്റ് ആയാലും എന്ത് സംഭവിക്കും? ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ എന്ത് വരും? 25 minus 2y. 25 minus 16, 9. സോ എനിക്ക് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്രയായി? 10 രൂപയായി, 9 രൂപയെ കിട്ടുന്നുള്ളൂ. ദാറ്റ് മീൻസ് എന്താണ്? എനിക്ക് ലോസിലോട്ട് പോയി 8 മുതൽ. ദാറ്റ് മീൻസ് സോ ലോസ് ഒഴിവാക്കാനായിട്ട് 7.5 എന്നുള്ള സെനാരിയോ 0.5 യൂണിറ്റ്സ് എന്നുള്ളത് പോസിബിൾ അല്ല. ഒരു തിയററ്റിക്കൽ ആണ് 7.5. ദാറ്റ് മീൻസ് 7 യൂണിറ്റ് ആണെങ്കിൽ എത്താൻ പക്കായിട്ട് നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും 11 rupees ആയിരിക്കും വരുന്നത്. സോ എനിക്കൊരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ 10 രൂപ ആയി. സോ വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടണം? ഒന്നുകിൽ 10 കിട്ടണം, അല്ലെങ്കിൽ 10ൽ കൂടുതൽ. ആ ഒരു കോൺസെപ്റ്റിൽ സോ 7 വരെയാണ് നമുക്ക് ലോസ് ഉണ്ടാകാതിരിക്കാനുള്ള സെനാരി. 7.5 ആണെങ്കിൽ ദാറ്റ് മീൻസ് പകുതി യൂണിറ്റ് ആണെങ്കിൽ നമുക്ക് എന്താണ്? നോ ലോസ് നോ പ്രോഫിറ്റ് സിറ്റുവേഷൻ. സോ നമുക്കൊരു 0.5 എന്ന് പറഞ്ഞ യൂണിറ്റ് നോർമലി സെയിൽ ചെയ്യാറില്ല. അതുകൊണ്ട് 7 യൂണിറ്റ് വരെയാണെങ്കിൽ പ്രോഫിറ്റ്. അത് കഴിഞ്ഞാൽ 8 ആയാലും എന്ത് സംഭവിക്കും? 25 minus 2 into 8, 16. ദാറ്റ് മീൻസ് 9 rupees കിട്ടത്തുള്ളൂ ആ ട്രാൻസാക്ഷന്. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട്? 10 രൂപ ആയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ലോസിലേക്ക് പോകും. ഒരു കോസ്റ്റ് കോൺസെപ്റ്റ് ചേർത്തുള്ള ഒരു പ്രോബ്ലം ആണ്. സോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇഫ് kx minus 4 equal to k minus 1 into x, which one is true? Okay. So എന്താണ്? k യുടെ വാല്യൂ ആണ് x equal to 1 കണ്ടുപിടിച്ചിരിക്കുന്നത്. kx minus 4 is equal to kx minus x. So kx get cancelled. X is equal to 4 plus 4. X is equal to plus 4. Then next one, find the value of k for which the system of equation kx plus 2y plus 5 and 3x plus y equal to 1 has no solution. Okay. So system of equation നമ്മൾ simultaneous മെത്തേഡിലെ system of equation no solution means എന്താണ്? രണ്ട് വേരിയബിൾ ഒറ്റയടിക്ക് ക്യാൻസൽ ആയി പോകണമെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? സോ എക്സാമ്പിൾ ഇതാണ് രണ്ട് വേരിയബിളും. സോ എലിമിനേഷൻ മെത്തേഡിൽ ഒരു വേരിയബിൾ എലിമിനേറ്റ് ചെയ്തു, രണ്ടാമത്തെ വേരിയബിൾ കണ്ടുപിടിക്കുന്നു അത് വെച്ചിട്ട്. സോ രണ്ട് വേരിയബിൾ ഒറ്റ സ്റ്റെപ്പിൽ രണ്ട് വേരിയബിൾ എലിമിനേറ്റ് ആയാൽ നമുക്ക് എന്ത് പറയാം?
system of equation has no solution. So kx plus 2y equal to 5, then 3x plus y equal to 1. Okay, നമുക്ക് നോർമൽ സെനാരിയോയിൽ നമ്മൾ എന്ത് ചെയ്യും, സെക്കൻഡ് ഇക്വേഷനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് എന്താണ് വരുന്നത്, 2y ഇവിടെ 6x ഈക്വൽ ടു 2 എന്ന് വരും. ഓക്കെ, സോ കെയ്ക്ക് വാല്യൂ ഉണ്ടാവും. ഇക്വേഷൻ 1 ഇതിന് ഇക്വേഷൻ 2 എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ 1 - 2 എടുക്കുമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. സോ കെയ്ക്ക് എന്താണ് 6 വന്നാൽ എന്ത് സംഭവിക്കും, 6x plus 2y equal to 5, 6x plus 2y equal to 2. So that means equation 1 - 2 എടുത്താൽ സംഭവിക്കും, രണ്ട് വേരിയബിളും എക്സും വൈയും ഒറ്റയടിക്ക് ക്യാൻസൽ ആയി പോകും. ദാറ്റ് മീൻസ് കെയ്ക്ക് 6 വന്നാൽ ഈ പറയുന്ന രണ്ട് സിസ്റ്റം ഓഫ് ഇക്വേഷൻ വിൽ നോട്ട് ഹാവ് എനി സൊല്യൂഷൻ. സോ ബെറ്റർ ഇങ്ങനെ തന്നെ സോൾവ് ചെയ്യുക, വേറെ ഒരു വലിയ മെത്തേഡിലേക്ക് ഒന്നും പോകാതിരിക്കുക. നോ സൊല്യൂഷൻ മീൻസ് എന്താ, രണ്ട് വേരിയബിൾ, എത്ര വേരിയബിൾ ആണുള്ളത് ആ വേരിയബിൾ എല്ലാം എന്താണ് ഒറ്റ സ്റ്റെപ്പിൽ ക്യാൻസൽ ആയി പോവുകയാണെങ്കിൽ സിസ്റ്റം ഓഫ് ഇക്വേഷൻ വിൽ നോട്ട് ഹാവ് എനി സൊല്യൂഷൻ. Therefore k equal to 6 ലാണ് നമുക്ക് എന്ത് വരുന്നത്, ഇവിടെ 6 ഇക്വേഷൻസിന് സൊല്യൂഷൻ ഇല്ലാതെ വരുന്നത്. Then next one, ജസ്റ്റ് LCM മാത്രമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് x plus 5y equal to 33, then പിന്നെ വേണമെങ്കിൽ ഇക്വേഷൻ 1 എന്ന് പറയാം. Then x plus y divided by x minus y equal to 13 divided by 3, cross multiplying 3 into x plus y equal to 13 into x minus y. 3x plus 3y equal to 13x minus 13y. Okay. So ചെയ്തു വരുമ്പോഴത്തേക്കും minus 10x plus 16y equal to 0. So x plus 5y equal to 33, equation 1 ഉണ്ട്, minus 10x plus 16y equal to 0, equation 2. So equation 1 നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താവും, 10x plus 50y equal to 330 minus 10x plus 16y equal to 0. So 10x get cancelled. 66y equal to 330. Y is equal to 330 divided by 66 equal to 5. Okay. So y യുടെ വാല്യൂ 5 ആണെങ്കിൽ നേരെ ഇക്വേഷൻ 1 ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. then എന്ത് കിട്ടും, x plus 25 equal to 33. Therefore x is equal to 8. x 8, y 5. Number of students in each section of a school. So നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് കറക്റ്റ് ആയിട്ട് അറിയുമോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഈച്ച് സെക്ഷൻ ഓഫ് എ സ്കൂൾ ഈസ് 36 ആഫ്റ്റർ. ഓക്കെ, സോ നമ്പർ ഓഫ് സെക്ഷൻ നമുക്കറിയത്തില്ല, നമ്പർ ഓഫ് സെക്ഷൻസ് ഈക്വൽ ടു എക്സ് എടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ ടോട്ടൽ സ്റ്റുഡൻസ് എത്രയായിരിക്കും, ടോട്ടൽ സ്റ്റുഡൻസ് ഓഫ് ദ സ്കൂൾ അല്ലെങ്കിൽ എത്രയായിരിക്കും, ഒരു സെക്ഷനിൽ 36 ആണ്. ദാറ്റ് മീൻസ് എക്സ് സെക്ഷൻസ് ഉണ്ടെങ്കിൽ 36x. So after admitting 12 new students, okay, so 12 new students ne admit ചെയ്യുമ്പോൾ എന്താവും, ഇപ്പോൾ ഉള്ളത് 36x plus 12 ആണ്. Okay, 2 new students, 4 new sections. So നിലവിൽ എത്രയാണ്, x sections ആണ്. 4 new sections means x plus 4 ആവും number of sections. Okay, number of sections അല്ലേ, 4 new sections were started. Number of students in each sections now reduce ചെയ്യുന്നതാണ്. 36 എന്നുള്ളത് എന്താവും, ഒരു സെക്ഷനിൽ 30 ആവും. So that means ഇത്രയായിട്ട് മാറി. Number of sections x plus 4, another section ഉള്ളത് 30. So equate ചെയ്യുമ്പോൾ 36x plus 12 equal to 30x plus 120. 6x is equal to 120 minus 12, 108. Therefore x is equal to 108 divided by 6 equal to 18. So initially എത്ര സെക്ഷൻസ് ആണ് ഉണ്ടായിരുന്നത്, 18 സെക്ഷൻ. അപ്പോൾ ആ ഒരു ഇക്വേഷൻ കൺസ്ട്രക്ഷൻ മാത്രമാണ് അതിനകത്തുള്ളത്. ആദ്യം എക്സ് ആണ്, ടോട്ടൽ എത്രയാണ് 36x ഉണ്ടായിരുന്നു, അതിനോട് 12 ആഡ് ചെയ്യുമ്പോൾ 36 plus x. അപ്പോൾ നമുക്ക് എന്താണ്, സോ ഇത്രയും സ്റ്റുഡൻസ് വന്നപ്പോഴത്തേക്ക് നമ്മൾ എന്താണ് സെക്ഷൻസ് മാറ്റി 4 പുതിയ സെക്ഷൻ ആഡ് ചെയ്തു. ഒരു സെക്ഷനിൽ 36 പേരെന്നുള്ള എത്രയായിട്ട് കുറച്ചു, 30 ആയിട്ട് കുറച്ചു. ഇക്വേറ്റ് ചെയ്യുക, ആൻസറിലേക്ക് വരും. If alpha and beta are the roots of the equation, 2x square, so 2x square minus 4x equal to 1 means minus 1 equal to 0. Alpha and beta are the roots. Then sum of roots, alpha plus beta minus b, minus of minus 4 divided by 2 equal to 2. Alpha beta,
c by 2 1 minus 1 divided by 2. Then നമുക്ക് വേണ്ട എന്താണ് alpha square divided by beta plus beta square divided by alpha. LCM alpha beta ചെയ്യുമ്പോൾ വരും alpha cube plus beta cube divided by alpha beta. Alpha cube plus beta cube can be written as alpha plus beta the whole cube minus 3 alpha beta into alpha plus beta divided by alpha beta. അല്ലേ നമുക്കറിയാവുന്ന എന്താണ് alpha plus ബീറ്റയും alpha ബീറ്റയും. സോ തന്നിരിക്കുന്നത് നമുക്കറിയാവുന്ന ഫോർമാറ്റിലേക്ക് വന്നു കഴിഞ്ഞു. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസറിലേക്ക് വരും. സോ ആൽഫ പ്ലസ് ബീറ്റ എത്രയായിരുന്നു? 2 ക്യൂബ് മൈനസ് 3 ഇൻറ്റു മൈനസ് 1/2 ഇൻറ്റു 2 divided by minus 1/2. So എത്ര വരും? 2 cube 8 minus 2 get cancelled plus 3 divided by minus 1/2 11 divided by minus 1/2. So തിരിച്ചിട്ട് multiply ചെയ്യാം. അതും minus 22. Minus 22 will be the answer. Then next question. സോ ഇതും നമുക്ക് ഇതേപോലെ ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യുന്നതിന് എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇക്വേഷൻ എങ്ങനെ ഹൗ ടു കൺസ്ട്രക്ട് ആൻ ഇക്വേഷൻ ദെൻ ജസ്റ്റ് സോൾവിങ്. എ പേഴ്സൺ ഓൺ ടൂർ ഹാസ് rupees 9,600 for his expense. ഓക്കെ, ടോട്ടൽ എത്ര ഉണ്ടായിരുന്നു കയ്യിൽ? ടോട്ടൽ വാല്യൂ റുപ്പീസ് കയ്യിലുണ്ടായിരുന്നത് 9,600. ഇഫ് ഈസ് എക്സ്റ്റെൻഡഡ്, സോ 16 days, നമ്പർ ഓഫ് ഡേയ്സ് ആദ്യം അറിയില്ല, ലെറ്റ് ഇറ്റ് ബി എക്സ്, ലെറ്റ് നമ്പർ ഓഫ് ഡേയ്സ്. സോ ഒരു ദിവസത്തെ ചെലവിനായിട്ട് എത്ര ഉണ്ട് നമ്മുടെ കയ്യിൽ? 9,600 അല്ലേ. ടോട്ടൽ 1,960 ഉണ്ടായിരുന്നു. എക്സ് ഡേയ്സ് ഞാൻ ടൂർ പോയി. സോ ഒരു ദിവസം എനിക്ക് എത്ര സ്പെൻഡ് ചെയ്യാം? 9,600 ഡിവൈഡഡ് ബൈ എക്സ് അല്ലേ. 9,600 ഡിവൈഡഡ് ബൈ എക്സ്. ദെൻ പിന്നെ എന്താണ്? ടൂർ ഹാസ് ഷട്ട് ഡൗൺ 16 days. എക്സ്റ്റെൻഡഡ് ടൂർ 16 days നമ്പർ ഓഫ് ഡേയ്സ് എത്രയായിട്ട് മാറും? has cut down the daily expenses by 2. Daily expense എത്രയാണ്? 9,600 divided by x ആയിരുന്നു. സോ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ടൂർ എന്താണ്? 16 ദിവസം എക്സ്റ്റെൻഡ് ചെയ്തപ്പോഴത്തേക്കും ഡെയിലി എക്സ്പെൻസ് എത്രയായിരിക്കും? 9,600 divided by x plus 16. സോ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും എന്താണ്? ആദ്യം ഉണ്ടായിരുന്ന ഡെയിലി എക്സ്പെൻസ് എത്രയാണ്? 9,000. അതിൽ നിന്ന് എത്ര കുറഞ്ഞു? 20 കുറഞ്ഞു. അതിൽ നിന്ന് എത്ര കുറഞ്ഞു? 20 കുറഞ്ഞു. ഓക്കെ, സോ ഇങ്ങനെ വരുമ്പോഴത്തേക്കും വെറുതെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത സമയം കളയരുത്, നേരെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് പോവുക. ഇവിടെ നോക്കാം, നോക്കുമ്പോഴത്തേക്ക് അറിയാം 80 നമുക്ക് ഒറ്റയടിക്ക് 96. 8 ഇവിടെ എക്സിന് 80 കൊടുത്താൽ എത്ര വരും? 9,600 ഡിവൈഡഡ് ബൈ 96. 80 കൊടുക്കാൻ കാര്യം ഒറ്റയടിക്ക് കിട്ടുന്നതുകൊണ്ടാണ്. എത്ര കിട്ടും? 100. So 9,600 divided by 80 എത്ര വരും? 120. So 120 minus 20 എത്ര വരുന്നുണ്ട്? 100 എന്ന് വരുന്നുണ്ട് അല്ലേ. സോ 100 തന്നെ. സോ therefore നമുക്ക് എന്ത് പറയാം? എക്സ് നമ്പർ ആദ്യം ഉണ്ടായിരുന്നത് എത്രയാണ്? എക്സ് ഡേയ്സ് ആണ് ട്രാവൽ പോയിരുന്നത്. സോ ആദ്യം എത്രയായിരുന്നു? 120 rupees ആയിരുന്നു. സോ 16 ദിവസം കൂടി എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായി. ഒരു ദിവസം 100 രൂപ വെച്ച് കിട്ടും. ദാറ്റ് മീൻസ് 20 കുറഞ്ഞ് കറക്റ്റ് ആൻസറിലേക്ക് വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലും ആൻസറിലേക്ക് വരും. ഇവിടെ ഒരു LCM ഒക്കെ എടുത്ത് കുറച്ച് ടൈം പോകും. ബെറ്റർ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസറിലേക്ക് വരിക. അതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് ചെയ്തിരിക്കുന്നത്. ദ പ്രസന്റ് ഏജ് ഓഫ് എ മാൻ. സോ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ദ പ്രസന്റ് ഏജ് ഓഫ് എ മാൻ. ദ പ്രസന്റ് ഏജ് ഓഫ് എ മാൻ. ലെറ്റ് പ്രസന്റ് ഏജ് ഓഫ് മാൻ. പ്രസന്റ് ഏജ് man equal to x. 8 more than twice the sum of the ages of his 2 grandsons who were twins. Okay. Let sum of ages of grandsons equal to y. Okay. So then present age of a man, that means x is equal to 8 years more than thrice of. Okay. So 3y, x is equal to 3y plus 8. After 8 years, so 8 വർഷം percentage of math and x and 8 വർഷം കഴിയുമ്പോൾ x plus 8. Okay. After 8 years, his age will be x plus 8 will be equal to 10 years more than 10. That means 10 plus more than twice of
സോ ഇവിടെ ശ്രദ്ധിക്കുക 2 ഇൻറ്റു എത്ര വരും y പ്ലസ് 16 വരും. ബിക്കോസ് രണ്ട് പേരുടെ ഏജിന്റെ സമ്മാണ് y. രണ്ടു പേർക്ക് എത്ര വെച്ച് കൂടും? 8 വെച്ച് കൂടുന്നതുകൊണ്ട് y പ്ലസ് 16 ആയിട്ട് വരും. ഓക്കെ, സോ വെരി ഇമ്പോർട്ടൻറ്റ്. y പ്ലസ് 8 എന്ന് എടുത്താൽ അവിടെ നമുക്ക് ആൻസർ തെറ്റും. സോ ഇതേപോലത്തെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് സം എടുക്കുമ്പോഴത്തേക്കും. സോ ഓൾറെഡി നമുക്ക് എക്സിന്റെ വാല്യൂ അറിയാം, 8 പ്ലസ് 3y. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ എക്സിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 8 പ്ലസ് 3y പ്ലസ് 8 is equal to 10 പ്ലസ് 2y പ്ലസ് 32. 10 പ്ലസ് 2y പ്ലസ് 32. 3y minus 2y is equal to 42 minus 16. That means y is equal to 26. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ക്വസ്റ്റിനകത്ത് വെരി ഇമ്പോർട്ടൻറ്റ്. സോ y 26 ആണെങ്കിൽ അയാളുടെ പെർസെൻറ്റേജ് എത്രയാണ്? പ്രസന്റ് ഏജ് x is equal to 8 plus 3 into 26. x is equal to എത്ര വരും? 8 3 86. സോ ഇവിടെ എന്താണ് ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? Then age of a man when his grandsons were born. അല്ലെ, സോ grandsonsന്റെ ഏജിന്റെ സമ്മ് അല്ലെ, ഒരു ട്വിൻ ആണെന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് രണ്ടുപേർക്കും ഒരേ grandsonsന്റെ ഏജിന്റെ സമ്മ് 26. ദാറ്റ് മീൻസ് രണ്ടുപേർക്കും എത്ര വെച്ചുണ്ട്? 13 വെച്ചുള്ളപ്പോൾ ട്വിൻസ് ആയതുകൊണ്ട് രണ്ടുപേർക്ക് എത്രയാണ്? ഈ 26 എന്ന് പറയുന്നത് എന്താണ്? 13 വെച്ചിട്ടാണ് രണ്ടുപേർക്കും. സോ ദാറ്റ് മീൻസ് ഗ്രാൻഡ്സൺസിന് 13 വയസ്സുള്ളപ്പോഴാണ് ഇയാൾക്ക് 86 വയസ്സ്. ദാറ്റ് മീൻസ് ഗ്രാൻഡ്സൺ ജനിച്ചപ്പോൾ ഇയാളുടെ വയസ്സ് ഏജ് വിൽ ബി 86 minus 13 equal to 73. No, very very important. ഗ്രാൻഡ്സൺസ് ജനിച്ചപ്പോൾ ട്വിൻസ് ആയിട്ട് രണ്ടുപേർക്കും ഒരേ ഏജ്, സം 26 ആണ്. റൈറ്റ് നൗ അവർക്ക് ഇയാൾക്ക് 86 വയസ്സുള്ളപ്പോൾ അവർക്ക് 13 വയസ്സ് വെച്ച്. സോ ജനിക്കുമ്പോൾ എത്രയാണ്? അയാളുടെ വയസ്സിൽ നിന്ന് 13 കുറച്ചിട്ട് 73. The roots of the equation 4x square minus 12x plus k equal to 0 are equal. Okay. So roots equal ആകുന്ന എപ്പോഴാണ്? equal ആകുന്ന എപ്പോഴാണ്? b square minus 4ac equal to b square minus 4ac equal to 0. Minus 12 the whole square minus 4 into k equal to 0. 144 minus 16k equal to 0. So 16k equal to 144. K equal to 144 by 9 equal to 144 divided by 16 equal to 9. ഇവിടെ നമ്മൾ എന്താണ്? ഒരു nature of roots of equation equal ആണെങ്കിൽ b square minus 4ac will be equal to 0. So the question, if alpha plus beta equal to minus 2, alpha beta equal to minus 3. Okay. So alpha യും ബീറ്റയും റൂട്ട് ആയിട്ടുള്ള ഇക്വേഷന്റെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എടുക്കാൻ ഫോർമുല എന്തായിരിക്കും? x square minus sum of roots into x plus product equal to 0. Product equal to 0. So sum of roots എത്രയാണ്? x square minus 2 into minus 2x plus product എത്രയാണ്? minus 3 equal to 0. Therefore x square plus 2x minus 3 will be the quadratic equation. Very important. Direct answer ആണ് x square plus 2x minus 3 equal to 0. ഇതാണ് ക്വസ്റ്റ്യൻ എക്സാം വരും. നേരെ sum of roots, product of roots അറിയേണ്ട ആൻസർ. The difference between roots of the equation x square minus kx plus 8 equal to 0 is 4. Then find the value of k. X square minus kx plus 8 equal to 0. Okay. Alpha and beta be the roots. Now the alpha plus beta in the room. Now get the k by 1. Then the minus of minus k by 1 equal to k. Now the alpha minus beta. Difference between roots 4 ആണ് തന്നിട്ടുണ്ട്. So alpha plus beta equal to k എന്നും alpha minus beta equal to 4 എന്നും എടുത്തിരിക്കുന്നു. So 2 alpha equal to 4 plus k അല്ലെങ്കിൽ k plus 4. Alpha is equal to k plus 4 divided by 2. Okay. Alpha is equal to k plus 4 divided by 2. Alpha plus beta equal to എന്താണ്? kn. Alpha value k plus 4 divided by 2 plus beta equal to k. So that implies, so LCM k plus 4 plus 2 beta is equal to 2k. K plus 4, so 2 beta
is equal to k minus 4. Therefore, beta is equal to k minus 4 divided by 2k. So alpha നമുക്ക് already കിട്ടിയിട്ടുണ്ട് k plus 4 divided by 2. k plus 4 divided by 2. So now പിന്നെ എന്തറിയാം alpha beta is equal to alpha beta കുറിച്ച് നോക്കുക എന്താണ് c by a ആണ് alpha beta c by a. So എന്ത് വരും 8. Alpha beta is equal to 8. So alpha and beta value in terms of k area k plus 4 divided by 2 into k minus 4 divided by 2 is equal to 8. So multiply with the denominator 4 varum a plus b and a minus b format k square minus 16 equal to 8. So k square minus 16 equal to 32. K square is equal to 48. K is equal to 48 can be written as 16 into 3. K is equal to plus or minus 16 root 4 3 root 3 plus or minus 4 root 3. So very important. Then next question, 2 raised to x plus y, 2 raised to x plus y is equal to 2 raised to 2x minus y is equal to root 8. നമുക്കെല്ലാം 2 ന്റെ ബേസിലാക്കാം. root 8 can be 8 can be written as 2 cube the whole raised to 1 by 2. Root means all raised to 1 by 2. So that means 2 raised to x plus y equal to 2 raised to 2x minus y equal to 2 raised to 3 by 2. Okay. So indices in the property and x plus y equal to 3 by 2 equate here. Then 2x minus y equal to 3 by 2. Okay. ഇതിനെ ബേസ് സെയിം ആണെങ്കിൽ എന്തായിരിക്കും എക്സ്പോണന്റ് ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തു ആദ്യം ദെൻ രണ്ട് ഇക്വേഷൻ വരാനാണ് ഇക്വേഷൻ 1 ഇക്വേഷൻ 2. Okay. So y get cancel 3x അല്ലേ ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 വരുമ്പോഴത്തേക്ക് 3x is equal to 3 by 2. 3x is equal to 3 by 2 plus 3 by 2. That means എത്ര കിട്ടും ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും x is equal to 3x equal to 3. That means x is equal to 1. Okay, substituting the value of x in equation 1, 2 raised to equation 1 plus y is equal to 3 by 2. Therefore y is equal to 3 by 2 minus 1 equal to 1 by 2. So answer 1 comma 1 by 2. X equal to 1, y equal to 1 by 2. So very important. Indices in the property apply equation equation elimination method is solved. A cottage industry produces certain number of articles per day. It was observed on a particular day the cost of each article in rupees was more than thrice the number of articles produced on that day. The total cost of production on that day was rupees 800. So now the number of articles produced equal to x cost per article equal to y. Okay. So y at random. It was observed that a particular day the cost of the article is equal to was 2 more than y thrice the number of units produced. Okay. So y equal to 2 plus 3x. Okay. Total cost of production ഒരു ഡേയിലെ പ്രൊഡക്ഷൻ on a day ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 800 അല്ലേ. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോഴാണ് നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് ഇൻറ്റു എക്സ് ഇൻറ്റു വൈ അല്ലേ. നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ്ഡ് ഇൻറ്റു കോസ്റ്റ് പെർ ആർട്ടിക്കിൾ ആണ് ടോട്ടൽ കോസ്റ്റ്. ദെൻ എക്സ് ഇൻറ്റു 2 പ്ലസ് വൈക്ക് വരെ നമുക്ക് എന്താണ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 ഇൻറ്റു 3 പ്ലസ് എക്സ് ഈക്വൽ ടു 800. 2x plus 3x square equal to 800. That is 3x square plus 2x minus 800 equal to 0. Okay. So equation method like factorization method step 1 എന്തായിരുന്നു കണ്ടോ. സോ ഇത് രണ്ടുകൂടെ അതായത് എക്സ് സ്ക്വയറും ഇതുകൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇടണം 800 into 3 2400 x square എന്നുള്ള രീതിയിൽ. That means two numbers product 2 minus 2400 sum എത്ര വരണം plus 2
50 48. So ഇതിനെ 3x square plus 50x minus 48x minus 800 ചെയ്ത് നോക്കിയാൽ മതി. 50 so plus 50 into minus 48 minus 800 plus 50 minus 48 plus 2 വരും. So 800 then ഇവിടെ x കോമൺ എടുത്ത് കഴിഞ്ഞാൽ 3x plus 50 then ഇവിടെ minus 16 കോമൺ എടുത്താൽ 3x plus 50 equal to 0. That implies 3x plus 50 into x minus 16 equal to 0. That implies x is equal to minus 50 divided by 3, x is equal to 16. So equal x എത്ര വരില്ല, x minus 50 divided by 3 വരില്ല. Therefore x is equal to 16 will be the number of articles produced. ഒരിക്കലും എന്താണ് ഒരു ഫ്രാക്ഷൻ ആയിട്ട് വരില്ല, അല്ലെങ്കിൽ മൈനസ് ക്വാണ്ടിറ്റി ആയിട്ട് വരില്ല. Therefore answer 16. So നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ടൈം കൺസ്യൂമിംഗ് എന്ന് വേണമെങ്കിൽ പറയാം ഈ ക്വസ്റ്റ്യൻ. നമുക്ക് ലെറ്റ് root of x by 1 minus x equal to y. So that implies root of 1 minus x divided by x value 1 by reciprocal. So that means y plus 1 by y equal to the simple fraction number 2 into 6 12 plus 1 13 divided by 6. So then ഒരു quadratic LCM എടുത്ത് quadratic equation ആക്കുക. y square plus 1 divided by y is equal to 13 divided by 6. 6 into y square plus 1 equal to 13y. 6y square plus y equal to 13y. 6y square minus 13y plus 6 equal to 36. Sorry, equal to 0. So നമുക്ക് നോക്കിയറിയാം ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ സ്റ്റെപ്പ് വന്ന് 36. So 36 പ്രോഡക്റ്റ് സമ്മ് മൈനസ് 13. ദാറ്റ് മീൻസ് 9 into 4 minus 9 into minus 4 36 ആഡ് ചെയ്യുമ്പോഴത്തേക്കും so 6y square minus 9y minus 4y plus 6 equal to 0. 3y കോമൺ എടുത്താൽ 3y into 2y minus 3 ഇവിടെ minus 2 കോമൺ എടുത്താൽ 2y minus 3 equal to 0. Okay. So that implies 2y minus 3 into 3y minus 2 equal to 0. Therefore y is equal to 3 by 2 and y is equal to 2 by 3. So y എന്ന് പറയുന്നത് എന്താണ്, y equal to root of x divided by 1 minus x ആണെങ്കിൽ 3 by 2 ആകുന്നത്. രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുക, സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്. So x divided by 1 minus x equal to 9 by 4. 4x cross multiplying 4x equal to 9 minus 9x. So 13x is equal to 9. So x is equal to 9 by 13. Y എത്രയാണ്, y is equal to 2 by 3. ആ സെനാരിയോ ആണെങ്കിൽ y എന്ന് പറയുന്നത് എന്താണ്, x minus 1 by 1 root of x minus 1 2 by 3 squaring both sides. നമുക്ക് എന്തുവരും, x by 1 minus x is equal to 4 by 9. So cross multiplying എന്താവും, 9x is equal to 4 minus 4x. So 13x is equal to 4, x is equal to 4 divided by 13. So എത്രയൊക്കെയാണ് x ന്റെ വാല്യൂ വരുന്നത്, 9 divided by 13 and 4 divided by 13. So ഇവിടെ തന്നിരിക്കുന്നത് 4 divided by 13 തന്നിരിക്കുന്നു. Therefore ആൻസർ എടുക്കുക. രണ്ടും തന്നിട്ടുണ്ടെങ്കിൽ അത് നൺ ഓഫ് ദീസ് അല്ലെങ്കിൽ ഓവർ ബോത്ത് നമ്മൾ ക്വസ്റ്റ് ചോദിച്ചിട്ടാത്തതുകൊണ്ട് മാത്രമാണ് രണ്ടും ആൻസർ കറക്റ്റ് ആണ്. 4 by 13 and 9 by 13. Then last question. Find the positive value of k which the equation x square plus kx plus 16 equal to 0 and find the positive value of k. രണ്ട് ഇക്വേഷൻസിൽ 4 റിയൽ റൂട്ട്സ് വരണമെങ്കിൽ എന്തായിരിക്കും, b square minus 4ac will be greater than or equal to 0. അല്ലേ, 0 ആണെങ്കിൽ ഈക്വൽ ആവും, ഗ്രേറ്റർ ആണെങ്കിൽ റിയൽ ആയിരിക്കും, ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും.
നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് കെ എക്സ് പ്ലസ് 64 ഈക്വൽ ടു 0. സോ ഇവിടെ ബി സ്ക്വയർ മൈനസ് 4ac എടുക്കുമ്പോഴത്തേക്കും ബി സ്ക്വയർ മൈനസ് 4ac ഇംപ്ലൈസ് കെ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 64 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 എടുക്കുമ്പോഴത്തേക്കും ദാറ്റ് ഇംപ്ലൈസ് കെ സ്ക്വയർ മൈനസ് 256 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. ദാറ്റ് ഇംപ്ലൈസ് കെ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 256. Therefore, that implies k equal to root of എടുക്കുമ്പോഴത്തേക്കും greater than or equal to 16. പോസിറ്റീവ് വാല്യൂ ആണ് എടുത്തിരിക്കുന്നത്. ദെൻ സെക്കൻഡ് സെനാരിയോ, സെക്കൻഡ് ഇക്വേഷൻ അകത്ത് നോക്കുമ്പോഴത്തേക്കും സെക്കൻഡ് ഇക്വേഷൻ എന്താണ് എക്സ് സ്ക്വയർ മൈനസ് കെ എക്സ് പ്ലസ് കെ ഈക്വൽ ടു 0. ഇവിടെയും എന്താണ് ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 വരണം. സോ മൈനസ് 8 ദ ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 1 greater than equal to 0. So 64 minus 4k less than or equal to 40. So minus 4k greater than or equal to minus 64. Okay, രണ്ട് സൈഡിലും മൈനസ് ഉള്ളപ്പോഴാണ് ശ്രദ്ധിക്കേണ്ട k less than or equal to 4k less than or equal to 64. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് minus 5 greater than minus 10. ഓക്കെ, രണ്ട് സൈഡിലും മൈനസ് ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിലോ 5ഉം 10ഉം വരും. സോ നേരെ ഓപ്പോസിറ്റ് ആണ്. നേരെ എപ്പോഴും ശ്രദ്ധിക്കണം, ഗ്രേറ്റർ ദാൻ ഇൻഇക്വാളിറ്റി ആണ് വരുന്നതെങ്കിൽ രണ്ട് സൈഡിലും നമ്മൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇൻഇക്വാളിറ്റി എന്തെയും റിവേഴ്സ് ഓർഡറിലാണ്. ഓക്കെ, സോ ഇവിടെ കെ ഈസ് ഈക്വൽ ടു വരും ലെസ് ദാൻ ഓർ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 64 ഡിവൈഡഡ് ബൈ 4. സോ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നു കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16. k less than or equal to 16. നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഉണ്ടെങ്കിൽ ഒന്ന് k greater than or equal to 16, പിന്നെ k less than. സോ ഈ രണ്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന എപ്പോൾ മാത്രമായിരിക്കും k equal to 16 ആവുന്നതാണ്. സോ ആൻസർ k equal to 16. k less than or equal to 16 and k greater. ഒരൊറ്റ വാല്യൂവിൽ മാത്രമേ രണ്ടും കൂടെ സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ at k equal to 16. സോ ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലെ ഇക്വേഷൻ എന്ന് പറഞ്ഞ ഏരിയ. നമ്മുടെ എല്ലാ ഏരിയാസും കവർ ചെയ്തിട്ടുണ്ട്. Different types of linear equations, then quadratic equation, then cubic equation, then word problems, then for root the nature of the problem. So ഇത്രയാണ് നമുക്ക് ഇത്രയും മാക്സിമം സ്പീഡിൽ ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയാണ് നമുക്ക് ഇക്വേഷൻസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നെക്സ്റ്റ് സെഷനിൽ മെട്രിസസ് നമുക്ക് ഈ ചാപ്റ്ററിലെ മെട്രിസസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.